പറഞ്ഞത് പരമാർത്ഥം. ആ ജൂതൻ പറഞ്ഞു, ഇത്രയും മനോഹരമാണോ നിങ്ങളുടെ ദീൻ? ഇങ്ങനെയോ? ഞാൻ നിങ്ങളൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയാണോ മറുപടി? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി ആ ജൂതൻ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മുമ്പിൽ വെച്ച് അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത്. ഒരു പട്ടാളക്കാരൻ ജോർഡാനിന്റെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു വരുമ്പോഴാണ്, അന്ന് മരുഭൂമിയിലൂടെ കറങ്ങുകയായിരുന്ന വിലായത്തിന്റെ ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ ചോദിച്ചു, എനിക്ക് നഗരത്തിലേക്ക് പോകണം. അയിന ത്വരീഖു ഇലൽ ഉംറാൻ, ജനങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോകാനുള്ള വഴി ഏതാണ്? രാത്രിയൊക്കെ വഴി ചോദിച്ചു കുടുങ്ങണ നേരത്തെ റൈറ്റിക്ക് പോയിക്കോളിയാരെ, ലെഫ്റ്റിക്ക് പോയിക്കോളി. കൈകൊണ്ട് നോക്കിയാൽ റൈറ്റിക്കാണ്, പറയണത് ലെഫ്റ്റാണ്. ഏതാ റബ്ബ് എടുക്കേണ്ടത്? ചില ആളുകൾ മനഃപൂർവ്വം പഴപ്പിക്കും, നേരെ പോയാൽ മതി. എനിക്ക് തന്നെ അനുഭവം, തിരക്ക് പിടിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന എറണാകുളത്തോ അന്ന് പൊന്നാനിൻ്റെ ഉള്ളിലൂടെ ഒക്കെ റോഡ് പണി നടക്കുന്ന നേരത്തിൽ കുടുങ്ങിപ്പോയിട്ട് കുറച്ച് ചെറുപ്പക്കാർ, അവർ മുസ്ലിങ്ങളല്ലായിരുന്നു, പക്ഷെ എന്തേന്ന് അറിഞ്ഞില്ല, ഇതിലെ പോയിക്കോളി, ഇതന്നെ റോഡ്. ചെന്ന് നോക്കുമ്പോൾ റോഡ് തന്നെ അല്ല അവിടെ. സുബ്ഹാനല്ലാഹ്. തിരിച്ചു പോന്നു. കഴിഞ്ഞ ഈ ജൂലൈയിൽ ചില ആളുകൾക്ക് അതൊരു രസമായിരിക്കും, പോയി തിരിച്ചു പറ്റവർക്ക് പണിയൊന്നുമില്ലല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്. എങ്ങോട്ടാണ് വഴിയെന്നാണ് ചോദിക്കുന്നത്. അയിന ത്വരീഖു ഇലൽ ഉംറാൻ, നഗരത്തിലേക്ക് ടൗണിലേക്കുള്ള വഴി ഏതാണ്? മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ആത്മീയമായ പരിവേഷം, ആത്മീയമായ പരിപാവനമായ ഒരു ഭാവനയിൽ നിൽക്കുന്ന നേരമാണത്. പള്ളിക്കാട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞു, ജനങ്ങൾ താമസിക്കുന്ന ഇടം ഇത് തന്നെയാണ്, ഇതാണ് പള്ളി, ഇതാണ് ജനങ്ങളെ കാണാനുള്ള വഴി. പള്ളിക്കാട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്കറിയേണ്ടത് ജനങ്ങൾ താമസിക്കുന്ന ഇതന്നെയാണ്, ജനങ്ങൾ താമസിക്കുന്നത്. ഇയാൾക്ക് ദേഷ്യം വന്നു, ചാട്ടവാറ് കൊണ്ടൊരടി കൊടുത്തു. ഫശജ്ജ വജ്ഹ, മുഖം കെട്ട് കീറി പറഞ്ഞു എന്നാ ചാട്ടവാറിന്റെ അടി കിട്ടിയിട്ട്. ആ വേദനയിൽ മുഖത്ത് മുറിവ് വീണപ്പോഴാണ് മഹാനവറുകൾ കൈയുയർത്തി ദുആ ചെയ്തത്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. പടച്ചവനെ, ഇയാളെ സ്വർഗത്തിലേക്ക് കടത്തണേ, ഇയാൾക്ക് സ്വർഗം കൊടുക്കണേ, ഇയാൾക്ക് സ്വർഗം കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. ഇയാൾ അന്തം വിട്ടു, എന്തായി സംഭവം? അദ്ദേഹം പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വഴി കണ്ടുപിടിച്ച് നഗരത്തിലെത്തി. ആളുകൾ ചോദിച്ചു, പട്ടാളക്കാർ ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു? അപ്പൊ കഥ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ടു, ദേഷ്യം പിടിച്ച് ഞാനൊരു അടി കൊടുത്തിട്ടുണ്ട് അയാളെ. പക്ഷെ അയാൾ ഇങ്ങനെ കൈയുയർത്തി, എനിക്ക് സ്വർഗം തന്നെ എന്നൊക്കെ ദുആ ചെയ്തു. ആളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞേ ഇങ്ങനെ ശരീരരൂപങ്ങൾ, അത് ഇബ്രാഹിം അദ്ദേഹം തങ്ങളായിരിക്കണം. പോയി പൊരുത്തപ്പെടിക്ക്, ആ മഹാനായ മനുഷ്യനെയാണോ നീ അടിച്ചത്? അദ്ദേഹം പറഞ്ഞു, യാ വൈലാ, പടച്ചവനെ, എന്റെ നാശമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഓടിച്ചെന്നു കൂട്ടുകാരെയും പിടിച്ചിട്ട് മരുഭൂമി വരെ തെരഞ്ഞു നടന്ന് മഹാനവറുകളെ കണ്ടെത്തി. കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, മാപ്പാക്കണേ, ക്ഷമിക്കണേ, നിങ്ങളായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് പുറത്തു തരണം, മാപ്പ് തരണം. ഞാൻ പുറത്തു വന്നിരിക്കുന്നു, മാപ്പ് വന്നിരിക്കുന്നു. കൂടുതൽ പറഞ്ഞു, യാ ശൈഖന, എന്തേ പിന്നെ നിങ്ങൾ ഇയാൾ സ്വർഗം കൊടുക്കണമെന്നൊക്കെ ദ്വാരത്ത് ഈ മാതിരി അടിയടിച്ചിട്ട് നിങ്ങൾ സ്വർഗം കൊടുക്കണേ ദ്വാരക്കെ? സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിമായ മനുഷ്യന് ഏതെങ്കിലും ഒരു വേദനയോ മുറിവോ ഉണ്ടായാൽ, പനിയോ ക്ഷീണമോ ഉണ്ടായാൽ, രോഗമോ അസുഖമോ വന്നുപെട്ടാൽ, അത് ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പകരം അല്ലാഹു എമ്പാടും പ്രതിഫലം കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്റെ അടി കാരണം എനിക്കുണ്ടായ വേദനയിൽ ഒരുപാട് നന്മ അല്ലാഹു എനിക്ക് തരുമ്പോൾ ഇയാൾക്ക് ഞാൻ പകരം കൊടുക്കേണ്ടത് ശാപമാണോ? അയാൾ എനിക്ക് നന്മയല്ലേ കാരണമായത്? അത് കാരണം അയാൾക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുകയായിരുന്നു എന്ന് അൽ കലിമത്തു ത്വയ്യിബയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അൽ കലിമത്തു ത്വയ്യിബ, ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. നല്ല ഒരു വാക്ക് ഇങ്ങനെയാണ്. നല്ല വചനങ്ങൾക്ക് എപ്പോഴും നല്ല പ്രതികരണമേ ഉണ്ടാകൂ. മനുഷ്യൻ എന്നത് വാക്കാണെന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ വാക്കാണ്. വാക്കിന് വിലയില്ലെങ്കിൽ ആ മനുഷ്യന് വിലയില്ലെന്നാണ്. മനുഷ്യൻ എന്നത് അവരുടെ വാക്കുകളാണ്. അത് നല്ല വാക്ക്. ചില അമ്മായിമാരോ അമ്മോശന്മാരോ ഒക്കെ പെരുമാറുന്ന പെരുമാറ്റത്തിലൊക്കെ ഇച്ചിരി ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ എത്രയോ പെണ്ണുങ്ങൾ ദ്വാരക്കുണ്ടാവും, എൻ്റെ അമ്മായിമൊന്ന് മരിച്ചു കിട്ടണേ എന്നൊക്കെ. അങ്ങനെ ദ്വാരക്കണ എത്ര കുട്ടികളുണ്ടാവും, എത്ര ആളുകളുണ്ട്. സ്വന്തം മക്കൾ ദ്വാരക്കണ്ട, റബ്ബേൻ്റെ ഉമ്മ എന്നാ മരിച്ചു പോവുക. എത്ര കാലം ഇടങ്ങേറാക്കാൻ തുടങ്ങിയിട്ട്.
അങ്ങനെയൊന്നും ആവരുത് ഉമ്മാരും ഉപ്പമാരങ്ങനെ ആവരുത്, മക്കളങ്ങനെ ആവരുത്. നമ്മുടെ നാവിൽ നിന്ന് വെറുപ്പുളവാക്കുന്ന വാക്കുകൾ സ്വന്തം മക്കളോട് പോലും പറയാൻ പാടില്ലെന്നാണ്. മക്കളത് ക്ഷമിച്ചേക്കും, ഉമ്മയല്ലേ വാപ്പയല്ലേ, അവർക്ക് നന്മ ചെയ്യേണ്ട ഒക്കെ ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഉമ്മയും വാപ്പയും അവരുടെ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്യുകയും വേണം. കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്, ആളുകൾ അതേ ഇഷ്ടപ്പെടൂ. അള്ളാഹുവിനതാണ് ഇഷ്ടം, മലക്കുകൾക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ മാതൃക, ഏറ്റവും വലിയ മാർഗരേഖ അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്കാണ്. അതെല്ലായിടത്തും. ഒരു പോലീസുകാരനോട് കയർത്ത് സംസാരിക്കാൻ അങ്ങനെ ചെയ്യല്ലേ, അവർ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ഉത്തരവാദിത്ത കർത്തവ്യ നിർവഹണത്തിലാണ്. ഒരു ഓഫീസിലേക്ക് കയറി ചെന്ന് കയർത്ത് സംസാരിക്കല്ലേ, ഒരു ഡോക്ടറോട് കയറി സംസാരിക്കല്ലേ, ഒരു നഴ്സിനോട്, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ആളുകളോട്, ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ. മുസ്ലിം അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല സൗമ്യമായ വാക്ക് പറയുന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ട് പ്രതികരിക്കണം നബിയേ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് അങ്ങോട്ട് നന്മ ചെയ്യണം നബിയേ. അങ്ങനെ ചെയ്താൽ നിങ്ങളും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്, ആ ശത്രു നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നത് കാണാം. അങ്ങനെയാണ്. ഒരു മനുഷ്യന് നന്മ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ മനുഷ്യരിൽ നിന്ന് എന്തെന്നില്ലാത്തൊരനുസരണം, എന്തെന്നില്ലാത്തൊരു ആദരവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതില്ലാത്ത വളരെ വളരെ വിരളമാണ്. നന്മ ചെയ്യുക, തിന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് വേസ്റ്റൊക്കെയാണ് അയൽവാസി ഇങ്ങോട്ട് കൊണ്ടുവന്നിടുന്നത്, അങ്ങോട്ട് ചോറ് വെക്കുമ്പോൾ ഒരൽപ്പം ചോറും കറിയും കൊണ്ടേ കൊടുക്കുക. ഇങ്ങോട്ടിടുന്നത് തിന്മയാണ്, അങ്ങോട്ട് നന്മ. ഇതങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം നടക്കാൻ പോണില്ല. അതുകൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു, ഇത് സാധ്യമല്ല എല്ലാവർക്കും, ഇത് എല്ലാവർക്കും കഴിയില്ല. ഇല്ലല്ലദീന സ്വബറൂ, നല്ല ക്ഷമയുള്ളവർക്കും, വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, നല്ല സൗഭാഗ്യം കിട്ടിയവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുകയുള്ളൂ. അല്ലാത്തതൊക്കെ ഇങ്ങോട്ടിട്ട രണ്ട് കൊട്ട അങ്ങോട്ട്, നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യാൻ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരെ അങ്ങോട്ട് തിന്മയായി പ്രതികരിക്കുക. മൃഗങ്ങൾ പോലും അങ്ങനെയല്ലേ. പച്ച സാധുവായ പൂച്ചയൊന്ന് കെട്ടിയിട്ട് റൂമിൽ അടച്ചിട്ട് പൂച്ചയ്ക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയില്ലാതെ കെട്ടിയിട്ട് അതിനൊന്ന് അടിച്ചു നോക്കി, അതൊരു നരിയെ പോലെ പെരുമാറും. മൃഗസ്വഭാവമാണ്. ഇങ്ങോട്ട് തിരിച്ച് മോശമായി, അങ്ങോട്ട് മോശമായി. മുസ്ലിം അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യന്റെ അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വചനം. ചില സമയങ്ങളിൽ വാക്കുകൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ല വചനം. മിണ്ടാതിരിക്കുക, ചില വിഷയങ്ങൾക്ക് മറുപടി പറയാതിരിക്കൽ. ഉഹദ് യുദ്ധം നടക്കുമ്പോ അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചില്ലേ, ഐന മുഹമ്മദു അഫീകും മുഹമ്മദു, നിങ്ങളിൽ മുഹമ്മദ് നബിയില്ലേ? സ്വഹാബത്തിനോട് നബി പറഞ്ഞു, ആരും മറുപടി പറയണ്ട, ആരും മിണ്ടണ്ട, മറുപടി പറയണ്ട എന്ന് പറഞ്ഞു. പിന്നെ അബൂ സുഫിയാൻ എന്നവരെ ചോദിച്ചു, എന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അഫീകും അബൂബക്കറിൻ, നിങ്ങളിൽ അബൂബക്കറില്ലേ? നബി ഞങ്ങൾ പറഞ്ഞു, അബൂബക്കറെ ആരും മറുപടി പറയേണ്ടതില്ല, മിണ്ടിപ്പോവണ്ട. അഫീക്കും ഉമറു, നിങ്ങളിൽ ഉമറില്ലേ എന്നൊക്കെ ചോദിച്ചു. നബി ഞങ്ങൾ മറുപടി പറഞ്ഞു, ആരും മറുപടി കൊടുക്കരുത്, ആരും പ്രതികരിക്കരുത്, മൗനം പാലിക്കാൻ വേണ്ടി പറഞ്ഞു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം യുദ്ധം നടക്കുന്ന സമയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ കൊല്ലാൻ ഇഷ്ടപ്പെട്ടവരല്ല, യുദ്ധം കത്തിക്കാൻ ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പ്രതിരോധിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഇസ്ലാം പ്രതികരിക്കാൻ പറഞ്ഞതുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ്. അതുകൊണ്ട് ഒരിക്കലും ഒരു തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത്. ആ വെല്ലുവിളിക്കാരും മറുപടി പറയണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല വാക്കിലൂടെ ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഇസ്ലാമിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. ഒരു നല്ല വാക്ക് മതിയാം ഇസ്ലാമിലേക്ക് വരാൻ. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. അൽവർദ വിമൻസ് കോളേജ് ക്ലാസ് ഉദ്ഘാടനവും ഒരു ഉസ്താദിന്റെ മതപ്രഭാഷണവും ഭയങ്കര തറയിട്ടാലിലാണ്. തറയിട്ടാൽ എന്താവുന്ന ജവാബ് തരാൻ കിട്ടിയിട്ടില്ലല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ഹാളിന്റെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെയായി
ഞാൻ ചോദിച്ചു ഇവിടെ എത്ര ദിവസം വയലുണ്ട്, പറഞ്ഞു ഒരു ദിവസം തന്നെ ഉള്ളൂ. ഇത്രയും ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു ദിവസം മതിയോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കണ്ടറിഞ്ഞിട്ടൊരു നല്ല പൈസയൊക്കെ ഉള്ള, നിങ്ങൾക്ക് പട്ടിണിയാവും വേണ്ട, ഖുലിൽ അഫ്വ, നിങ്ങൾക്ക് മെച്ചമുള്ളത് കൊടുത്താൽ മതി. സഅലൂനക മാദാ യുൻഫിഖൂൻ, എന്താ കൊടുക്കേണ്ടത് നബിയെ? ഖുലിൽ അഫ്വ, നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് കൊടുത്തേക്കുന്ന. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, പോക്കറ്റൊക്കെ തപ്പി നോക്കിയേ, ആ കീറിയതും പറഞ്ഞതൊന്നും കൊടുക്കല്ലേ, നല്ലത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കൂലേ? ഉറപ്പല്ലേ? നിങ്ങൾ കൊടുത്തോല്ലേ എന്ന് ആർക്കറിയും. ബക്കറ്റ് അങ്ങനെ വരും പോകുന്നല്ലാതെ. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഖബറിലേക്ക് പോകുമ്പോൾ വല്ലതും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. മൂലർക്ക് വേണ്ടി കൊടുക്കണ്ട, വേറെ ഒരു മനുഷ്യൻ വരുമ്പോൾ എങ്ങനെ കൊടുക്കാണ്ടിരിക്കണം അങ്ങനെയും ചിന്തിക്കേണ്ട. എന്ത് ചെയ്യുക, നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ ഒരു 10 രൂപയോ 100 കൊടുക്കുന്നത് ലക്ഷങ്ങൾ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടിയേക്കും ചിലപ്പോൾ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എഴുന്നേൽക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റേജിലുള്ളവർ ആരും എഴുന്നേൽക്കരുത്, സദസ്സിലുള്ളവർ എഴുന്നേൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ, വേദനയൊന്നും ഇല്ലെങ്കിൽ എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഇരിക്കിരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനല്ല, ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഫ്രഷായി ആ ഒരു മടുപ്പൊക്കെ പോകാനാണ്. അൽ കലിമത്തു ത്വയ്യിബ, നല്ല വചനങ്ങളിലൂടെ ഒരാൾക്കൊരു പക്ഷേ മുസ്ലിമാവാനുള്ള സൗഭാഗ്യമുണ്ടായേക്കും. മുസ്ലിമാവാനുള്ള സൗഭാഗ്യം അല്ലാഹു നല്ല ഒരു വാക്ക് പറയുന്നതിലൂടെ നൽകിയേക്കും. മഹാനായ സ്വഹാബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവര് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മദീനയിൽ ആദ്യമായി ഇസ്ലാമിക പ്രചരണം തുടങ്ങി വെച്ചത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മദീനയിലെ പ്രഗൽഭനായ നേതാവാണ് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവരെന്ന് മുസ്ലിമല്ല. മുസ്അബ് ഇബ്നു ഉമൈർ എന്നവർ ചെന്നിട്ട് ഉസൈദ് തങ്ങളോട് ചോദിച്ചു, ഉസൈദേ, നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി കേൾക്കണ്ടേ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ പറ്റി അറിയണ്ടേ? അള്ളാഹു ലോകത്തിന് പറഞ്ഞയച്ച ഈസാ നബിക്ക് ശേഷം അന്ത്യ റസൂലായി വന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയണ്ടേ? മുസ്അബേ, നിങ്ങളുടെ ഈ പ്രചാരണം നിങ്ങൾ നിർത്തിവെച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോകുന്നു. മുസ്അബേ, നിങ്ങൾക്ക് ഞാൻ വധശിക്ഷ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ഉസൈദ് ഇബ്നു ഹുദൈർ, ഉസൈദ് ഇബ്നു ഹുദൈറേ, അലാ തജ്ലിസു വതസ്മഉ, നിങ്ങളൊന്ന് ഇരുന്നൊന്ന് കേട്ടു നോക്കണം. ഇഷ്ടമായാൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഒന്ന് കേട്ടുകൂടെ എന്നാ പറയിൻ. ആ നേരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. വചലാമിൻ കിതാബില്ലാഹ്, വിശുദ്ധ കലാം അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഈ ദീനിലേക്ക് കടക്കാൻ എനിക്ക് എന്താണ് വഴിയുള്ളത്? യഗ്തസിൽ വതതഹർ, ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് വാ, നിങ്ങൾക്ക് മുസ്ലിമാവാനുള്ള വചനം ഞാൻ ചൊല്ലിത്തരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന പ്രമാണിയായ വീരശൂരനായ മദീനക്കാരൻ ആദ്യമായി മുസ്ലിമാവുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സൗമ്യമായൊരു വാക്ക് കേട്ടുകൊണ്ടാണ്. സൗമ്യമായൊരു വാക്ക്. നമ്മൾ പോണല്ലോ പോയിക്കോട്ടെ എന്ന നയം അങ്ങനെയല്ല. പുറത്തുള്ളവരും ഇങ്ങോട്ട് അകത്ത് വരണം എന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ്. അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. പുറത്തുള്ള ആർക്കെങ്കിലും അകത്തേക്ക് കടക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവർ വന്നപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിൽ ഒരു മനുഷ്യനുണ്ട്, അയാളെങ്ങാനും മുസ്ലിമായാൽ മദീനയിലെ ആയിരക്കണക്കിന് ആളുകൾ അയാളുടെ പിന്നിൽ മുസ്ലിമാവും. ആരാണത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണത്. സഅദ് ഇബ്നു മുആദിനെ ഒന്ന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കൂ. മുസ്അബ് തങ്ങൾ വന്നപ്പോ ഇതേ പ്രയോഗം, മുസ്അബേ, പുതിയൊരു മതത്തെക്കുറിച്ച് പറഞ്ഞാൽ അർജുമന്നക, നിങ്ങളെ ഞാൻ കല്ലെടുത്തെറിയും, വല അഖ്തുലന്നക, നിങ്ങളെ ഞാൻ കൊന്നുകളയും. മുസ്അബ് എന്നവര് പ്രകോപിതരാവാതെ പറഞ്ഞു, അവലാ തജ്ലിസു വതസ്മഉ, ഒന്ന് ഇരുന്ന് കേൾക്കാൻ ഒരുക്കമാണോ? ഇൻ റദീത, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫഖുദ്, നിങ്ങൾക്ക് എടുക്കാം, ഇല്ലേ നിങ്ങൾക്ക് ഒഴിവാവാൻ പിന്നെ പറയില്ല. ഒന്ന് കേട്ടുകൂടെ? എന്നാലൊന്ന് കേട്ടു നോക്കാം.
ആ വാക്കിൽ ഇരുന്നു കൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതേ ചോദ്യം ചോദിച്ചു, എങ്ങനെയാ ഞാൻ മുസ്ലിം ആവേണ്ടത്? യഗ്തസിൽ പോയി കുളിക്കണം, ശുദ്ധിയാവണം, എന്നിട്ട് ചൊല്ലിക്കോളൂ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, തന്റെ തറവാടുണ്ട് ബനു അബ്ദുൽ അഷ്ഹൽ. അക്കൗണ്ടന്റ് ആയിട്ട് സ്വന്തം സ്ഥാപനങ്ങൾ നിയമിക്കുന്ന ഹിന്ദുക്കളെയാണ്, ഹിന്ദു ഉയർന്ന ഫാമിലികളിലെ ആളുകളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് തന്നെ എനിക്കൊരു അനുഭവമാണ്. അങ്ങനെ ആ ഒരു വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, അവരൊക്കെ സത്യസന്ധന്മാരാണ്, കള്ളത്തരം ചെയ്യൂല. നമ്മളാൾക്കാർ കുറച്ച് പൈസ ഒക്കെ എടുത്ത് മുക്കൊന്നും മാത്രമല്ല, തക്കം കിട്ടി അവിടുന്ന് മുങ്ങും ചെയ്യും. ഓൺ ടൈമിന് ജോലിക്ക് വരില്ല. മുതലാളിയെ പ്രകാരം നടക്കുന്ന പള്ളികളെ പൂട്ടിപ്പിക്കുക, പോലീസുകാരെ ഇടപെടുത്തിയിട്ട് പള്ളി പൂട്ടിയാൽ മതി, ഞങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ പള്ളി പൂട്ടണം. ഈ രീതിയിൽ ഫിത്നകൾ വീണപെട്ടാൻ തുടങ്ങിയിട്ട്, ഫിത്നകൾ പരക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായില്ല. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, വതുർഫഅൽ അസ്വാതു ഫിൽ മസാജിദ്. അല്ലാഹുവിന്റെ പള്ളികൾക്കുള്ളിൽ ബഹളമുണ്ടാകുന്ന കാലമുണ്ടെന്ന്. അള്ളാഹുവിന്റെ പള്ളികളിൽ ബഹളമുണ്ടാകുന്ന കാലം, അവിടെ അടിപിടിയും ഒച്ചപ്പാടുകളും മിമ്പറിൽ കയറി സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥകളും ഉണ്ടാകുന്നത് മിൻ അമാറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടയാളങ്ങളെ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിമീങ്ങളുടെ മൂക്കിന്റെ മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ അങ്ങാടികളിൽ ഈ അന്ത്യനാളിന്റെ അടയാളം വരുമെന്ന് ആര് പ്രതീക്ഷിച്ചു? ആര് നനച്ചിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന്? ആ അടയാളമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പള്ളികളെ പൂട്ടിപ്പിക്കുന്ന ആളുകൾ ഓർക്കേണമേ, അള്ളാഹുവിന് നിങ്ങളുടെ പള്ളിയല്ല വിഷയം. അള്ളാഹുവിന് ആവശ്യം വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, ഈ ഉമ്മത്തിന്റെ ഐക്യമാണ് ആവശ്യം. ഐക്യമാണ് അള്ളാഹുവിന് വേണ്ടത്. ആ ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന പ്രവർത്തനങ്ങൾ വിധ്വംസക പ്രവർത്തനങ്ങളാണ്. എന്റെ സത്യവിശ്വാസികളെ, വളരെ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ പറയുകയാണിത്. ആരും ആരെയും ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. നിലവിലൊരു പള്ളി ഉണ്ടായിരിക്കെ, നിലവിലൊരു ജുമുഅ നിർവഹിക്കുന്ന പള്ളി ഉണ്ടായിരിക്കെ, അവിടെ ജുമുഅ നിർവഹിക്കാൻ സൗകര്യവും ആളുകൾക്ക് കയറി നിൽക്കാൻ അവസരവും ഉണ്ടായിരിക്കെ, ആ സ്ഥലത്ത് കൺമുമ്പിൽ തന്നെ വേറൊരു ജുമുഅ തുടങ്ങിയാൽ പുതുതായി തുടങ്ങുന്ന ആളുകൾക്ക് ജുമുഅ ലഭിക്കില്ല എന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ജുമുഅ ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ എന്തിനാണ് ഈ ഒച്ചപ്പാട്? എന്തിനാണിതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഈ സമൂഹത്തെ കഷ്ണം വെക്കുന്നത്? എങ്ങാനും നമ്മളൊക്കെ ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ഒന്ന് ഐക്യപ്പെടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അള്ളാന്റെ പള്ളികൾ വഖഫാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പുച്ഛമാറ്റാൻ പറ്റുമോ? പള്ളികൾ പള്ളിയായി നിൽക്കേണ്ടതല്ലേ? വഖഫായി കഴിഞ്ഞാൽ ആ പള്ളി ഖിയാമത്ത് നാൾ വരെ അവിടെ നിൽക്കേണ്ടയോ? വിഭജനത്തിന്റെ പേരിൽ, വിഘടനത്തിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ മായ്ച്ചു നീക്കാൻ പറ്റാത്ത ഒരു വിഘടനത്തിന്റെ അടയാളമാണ് പള്ളിയായി മാറുന്നത്. ഒരിക്കലും പിന്നെ അത് പൊളിച്ചു നീക്കാൻ പറ്റില്ല. ആ വിടവ് എന്നും കണ്ടുകൊണ്ടിരിക്കും. ആ മിനാരവും പള്ളിയും നിലനിൽക്കുന്ന കാലത്തോളം ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചതിന്റെ പച്ചയായ ചോരക്കറ നമുക്കവിടെ കാണാൻ കഴിയില്ലേ? ഇത് ഗുരുതരമാണ്. അതുകൊണ്ട് പള്ളിയില്ലാത്തിടത്ത് ഉണ്ടാക്കിക്കോ, പള്ളി ആവശ്യമുള്ളിടത്ത് ഉണ്ടാക്കിക്കോളൂ, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കോ. മൻ ബനാ ലില്ലാഹി മസ്ജിദാ, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ കൂലിയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ പേര് മസ്ജിദുൽ ദിറാർ. അങ്ങനെ മസ്ജിദ് ദിറാറുകൾ ഒരുപാടായി, ഇനിയും അതായിക്കൂടാ എന്ന നിർബന്ധമുള്ളത് കൊണ്ട് പറയുകയാണ്. ജുമുഅ നഷ്ടപ്പെടുത്തുകയും നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ കൂലി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളിടത്ത് തന്നെ മൂക്കിന് മുമ്പിൽ മറ്റൊന്ന് കൊണ്ടുണ്ടാക്കുന്ന ഈ സംരംഭം അടിയന്തരമായും ആരായിരുന്നാലും നിർത്തിയേ പറ്റൂ. ഇത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഇത്തരം ആളുകൾക്ക് എന്താണ് അഹങ്കാരത്തിന്റെ സ്വഭാവം വരുന്നത്? അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്. ഞങ്ങളോട് പറയേ, ഞങ്ങൾ ആരാണെന്നറിയുമോ? ഈ ചിന്ത പോലും കപടവിശ്വാസത്തിന്റെ അടയാളമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുപറ്റിയത് തെറ്റാണെന്ന് സമ്മതിക്കുക, തെറ്റുപറ്റിയത് തെറ്റാണെന്ന് സമ്മതിക്കുക. ഉള്ളിടത്ത് തന്നെ തുടങ്ങിയ ജുമുഅയെ നിർത്തിവെച്ചോ, നിസ്കാര പള്ളിയാക്കിക്കോ. ജുമുഅക്ക് നിനക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അവിടെ നിലവിലുണ്ടായിരുന്ന ജുമുഅത്ത് പള്ളിയിലേക്ക് നീ വാ. നിന്റെയും അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെയും അഖീദ തമ്മിൽ വ്യത്യാസമില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? അള്ളാഹുവിന് ഇൽഫത്താണ് ഇഷ്ടം, അള്ളാഹുവിന് ഇഷ്ടം ഒരുമയാണ്, പിശാചിന്റെ ഇഷ്ടം ഭിന്നിപ്പിക്കലാണ്.
അതുകൊണ്ട് ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ട ഈ വിജയത്തിന്റെ മാർഗരേഖകളിൽ രണ്ടാമത്തേത് അൽ ഇൽഫത്തു വൽ മഹബ്ബ, നമുക്കിടയിൽ സ്നേഹമുണ്ടാവലാണ്, ഒരുമയുണ്ടാവലാണ്, ഭിന്നിപ്പില്ലാതിരിക്കലാണ്. അല്ലാഹു ജല്ല ജലാലു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിന്റെ വിജയം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ മാർഗരേഖ, നമുക്ക് നന്മ ചെയ്യാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാ നന്മയുടെ അവസരവും ഉപയോഗിക്കുക. നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഏത് നന്മയിലേക്ക് മുന്നിട്ട് വരാം. നമുക്കറിയുമല്ലോ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലല്ലേ നബി തങ്ങൾ ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, നിങ്ങളിൽ ആരാണ് നോമ്പെടുത്തത്? ഇന്ന് ആർക്കാണെന്ന് സുന്നത്ത് നോമ്പുണ്ടായിരുന്നത്? ആരും കൈപൊക്കിയില്ല. ഒരാൾ മാത്രം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചിലരൊക്കെ തലയിൽ മാത്രമുണ്ട്, സുന്നത്ത് നോമ്പെടുത്തു എന്നാണോ പറയുന്നത് അതിന്റെ ഉദ്ദേശം? അൽഹംദുലില്ലാഹ്. അപ്പോ ഒരാൾ മാത്രം കൈപൊക്കി എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ അസ്ബഹ മിൻകുമുൽ യൗമ തബിഅ ജനാസതൻ, നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു ജനാസയുടെ പിന്നാലെ പോയത്? ഒരു മയ്യിത്ത് പരിപാലനത്തിന് സാക്ഷിയായതാരാണ്? ഒരാൾ മാത്രം കൈപൊക്കി, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ചെയ്യാത്തത് കൊണ്ടല്ല, അന്നതിന് സൗഭാഗ്യമുണ്ടായത് സിദ്ദീഖ് തങ്ങൾക്ക് മാത്രമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചില്ലേ നബി തങ്ങൾ, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളിൽ ഇന്ന് ആരാണ് ഒരു പാവപ്പെട്ടവന് ഒരു ഭക്ഷണം മേടിച്ചു കൊടുത്തത്? ആരുമില്ല. അനയാ റസൂലല്ലാഹ്, ഞാനത് ചെയ്തു നബിയേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വീണ്ടും ഒരു ചോദ്യം കൂടെ തങ്ങൾ ചോദിച്ചിരുന്നു, മൻ മിൻകുമുൽ യൗമ, നന്മയാണോ ഞാൻ ചെയ്തേക്കാം? ആ ഒരു കാര്യം മഹാനായ അല്ലാമ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ വിവരിച്ചിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി തങ്ങൾ പറഞ്ഞു, അലിയേ, ആ പള്ളിയുടെ മൂലയിൽ കടന്നിറങ്ങുന്ന ആളെ അയാളോടൊന്ന് എഴുന്നേറ്റ് വുദു എടുത്ത് ഇരിക്കാൻ വേണ്ടി പറയണം. അലി റളിയല്ലാഹു അൻഹു ചെന്ന് അയാളോട് പറഞ്ഞേ, എഴുന്നേൽക്കി വുദു എടുക്കെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് വുദു എടുക്കുകയും ചെയ്തു. അലി തങ്ങൾ വന്ന്, എല്ലാവരും പേടിച്ചു. പാതിരാ നേരത്ത് എല്ലാവരും വിചാരിച്ചു എന്ത് പറ്റിയത്? അങ്ങനെ ഇരിക്കുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയും, ഞാൻ എന്റെ കുതിരയൊന്ന് റെഡിയാക്കി ആ ഒച്ച വന്നിടത്തേക്ക് പോകാനെന്ന് റെഡിയായി നിൽക്കുമ്പോഴുണ്ട് ഒരാളെന്റെ മുമ്പിലൂടെ ഓടുന്നു കുതിരപ്പുറത്ത്. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ലം തുറാഉ, നിങ്ങൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു, അത് അല്ലാഹുവിന്റെ റസൂലാണ്. ധൈര്യം, കാന അഷ്ജഅൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും. ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ, ഒന്നുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും അറിയുന്നില്ല. ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ബിലാലേ, അല്ലാഹു യുൻജീകല്ലാഹുൽ വാഹിദുൽ അഹദ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യമയ്യ. നിങ്ങൾ 1000 വേണമെന്ന് ചോദിച്ചാലും സിദ്ദീഖ് തരാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. നബിയേ, എന്റെ ഉപ്പയെ അങ്ങയുടെ കൊണ്ടുവരണം നബിയേ, അങ്ങയുടെ അരികത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരികയാ വേണ്ടത്, അങ്ങ് ഇങ്ങോട്ട് വരലല്ല. നബി ഞങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു. സിദ്ദീഖ് തങ്ങളാണ് കരയാൻ തുടങ്ങി. കഥ മുസ്ലിമായ സന്തോഷിക്കല്ലേ, കരയാണോ? ഞാൻ ഓർത്തു പോകുന്നു, എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് ഞാനും നീയും പോയാൽ, മല്ലിൽ ബനാത്ത്, നിന്റെ സഹോദരൻ, ഈ വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കാൻ ആരാണുണ്ടാവുക? അതുകൊണ്ട് സഅദേ, നിങ്ങൾ വീട്ടിൽ നിന്നോ, ഞാൻ പ്രായമായില്ലേ, ഞാൻ പൊയ്ക്കോളാം മോനെ യുദ്ധത്തിൽ. ആര് പറഞ്ഞു? ഖൈസമ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ വലിയ രസത്തിൽ പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ യുദ്ധം എനിക്ക് വേണം. വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് താ മോനെ. ഉപ്പ സ്വർഗായി പോയി ഉപ്പ, അല്ലെങ്കിൽ ഞാൻ ഉപ്പാക്ക് തന്നേനെ, ഇതെനിക്ക് വേണം. മഹാനായ സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു തആല, അവരൊക്കെ ദീനാണിത്, അവരൊക്കെ പടുത്തുയർത്തിയ ദീനാണിത്. അല്ലാഹുവേ, അവരൊക്കെ ചെയ്ത സേവനങ്ങളിലെ 1000 ഒരംശം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവരെത്തുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചു തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി താ തമ്പുരാനെ. അബൂ ഖൈസമ റളിയട്ടെ, അത് അബൂ ഖൈസമയാവട്ടെ, നോക്കുമ്പോൾ അത് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഫദഅ ലഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തേറ്റ് നിസ്കരിക്കാൻ മടി വരുമ്പോ ചാട്ടവാറുകൊണ്ട് കാലിലടിച്ചുകൊണ്ടാണ് മഹാനായ മുസ്തജാബു ദഅവയായ ദുആഇന് ഉത്തരമുണ്ടായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കാലിനിങ്ങനെ അടിക്കും. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട്, മൃഗങ്ങളെ എഴുന്നേൽപ്പിക്കണ പോലെ സ്വന്തം ശരീരത്തെ അടിക്കുന്നു. എഴുന്നേൽക്ക്, നിസ്കരിക്കുക എന്ന് പറയും.
സ്വന്തം ശരീരത്തോടാണ് ഈ പറയുന്നത്. പാതിരാത്രിയിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറയും, വല്ലാഹി ഞാനിത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ലനുസാഹിമന്നഹും അലൈ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം തുറക്കാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് ഞങ്ങളും തിരക്കാനുണ്ട്. ഞങ്ങളും പോയി തിരക്കാൻ തന്നെ തീരുമാനിച്ചു നബിയോടൊപ്പം. حتى يعلم أصحاب محمد إنما خلفوا وراءهم رجالا. നബി തങ്ങളുടെ സ്വഹാബിമാർ മനസ്സിലാക്കട്ടെ, അവരുടെ പിന്നിൽ അവരുപേക്ഷിച്ചു പോന്നത് താബിഈങ്ങളും താബിഈങ്ങളുമായി സ്വഹാബത്തിന്റെ പിന്നിൽ വന്നത് ആൺകുട്ടികളാണ് എന്ന് സ്വഹാബികൾക്ക് മനസ്സിലാവാൻ തന്നെയാണ് ഇങ്ങനെ ഞങ്ങൾ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾക്കറിയണം, സ്വഹാബികൾ മാത്രമല്ല നബി ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത് ഞങ്ങളുമുണ്ട് തിരക്കാൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ ഞങ്ങളുമുണ്ട് ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ നന്മയുടെ ഒരവസരവും നഷ്ടപ്പെടുത്താതെ ജീവിച്ച അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ ഒരു വിഷയം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള ഒരവസരവും നഷ്ടപ്പെടിക്കാനും പോകുന്നില്ല, വിജയിക്കാനും പോകുന്നില്ല. അള്ളാഹുവിലേക്കുള്ള ക്ഷണം ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. റബ്ബിലേക്ക് ക്ഷണിക്കാം. ചിലര് വന്നെന്ന് വരും, ചിലർ വന്നില്ല എന്ന് വരും. നമ്മൾ ക്ഷണിക്കൽ എങ്ങോട്ടാ? നമ്മൾ ഒരാളെ ക്ഷണിച്ചാൽ കല്യാണത്തിന് ക്ഷണിക്കൂ അല്ലേ? വീട്ടിൽ ക്ഷണിക്കൂലേ? ആരെങ്കിലും റോട്ടിക്ക് ക്ഷണിക്കാറുണ്ടോ? റോട്ടിക്ക് ക്ഷണിക്കോ? നമ്മളെ തറയിട്ടാൽ റോട്ടിലേക്ക് എത്തുമെന്ന് പറയോ? കൂട്ടുകാരെ പരസ്പരം മീറ്റ് ചെയ്യാൻ ഒരു അതിഥിയെ വിളിച്ചിട്ടേ റോട്ടിലേക്ക് ആരെങ്കിലും വിളിക്കോ? ഇല്ല. ഡെസ്റ്റിനേഷനിലേക്കാ വിളിക്കുക, വഴിയിലേക്ക് വിളിക്കോ? അള്ളാഹു വിളിച്ചത് എങ്ങോട്ടാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാ വിളിക്കാൻ പറഞ്ഞത്, റോട്ടിലേക്കാ അള്ളാഹു വിളിച്ചത്, അള്ളാഹുവിലേക്കല്ല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, അള്ളാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചോളൂ ആളുകളെ. അള്ളാന്റെ വഴിയിലേക്ക്. നമ്മളൊക്കെ ആ വഴിയിലാണ്. ആ വഴിയിൽ കടന്നാൽ ചിലർ ഹൈ സ്പീഡിൽ പോകും, ചിലർ മെല്ലെ പോകും, ചിലരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവും, ചിലര് പെട്രോൾ അടിച്ച് പിന്നെ ഓടും, ചിലര് പഞ്ചറൊക്കെ നന്നാക്കി പിന്നെയും ഓടും, ചിലരവിടെ വണ്ടിയിട്ട് നടന്നു പോകും. വഴിയിലേക്ക് കടക്കിൻ. ആ വഴിയിലേക്ക് കടക്കാനാണ് നമ്മളോട് പറഞ്ഞത്. വഴിയിലേക്ക് ക്ഷണിക്കുവിൻ. ആളുകളെ വഴിയിലേക്ക് ക്ഷണിക്കണം. അല്ലാഹു തആല മാത്രമാണ് വഴിയിലേക്ക് ക്ഷണിച്ചത്. നമ്മളൊക്കെ വീട്ടിലേക്കാ ക്ഷണിക്കുക. ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് അല്ലാഹുവാണ്. നമ്മൾ വഴിയിലേക്ക് ക്ഷണിക്കണം. വിളിക്കാൻ നിസ്കരിക്കാൻ, ചിലപ്പോൾ നിസ്കരിച്ചില്ല എന്ന് വരും. വിളിച്ചു നോക്കുക, വന്നെങ്കിലായി. ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വരും. വിളിക്കുക. നമ്മൾ വിളിക്കാൻ കടപ്പെട്ടവരാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് വാസിത്തിൽ ഇറാഖിൽ അന്നത്തെ ഭരണാധികാരി വലിയൊരു കൊട്ടാരമുണ്ടാക്കി. ആ കൊട്ടാരത്തിന്റെ കുടിയിരിക്കൽ നടക്കാൻ. നമ്മൾ ഇവിടെയൊക്കെ കുറ്റൂസ എന്നല്ല പറയല്ലേ? കുറ്റൂസ എന്നല്ലേ? കുടിയിരിക്കാന്ന് പറയും, ഹൗസ് വാമിംഗ് എന്ന് പറയും, കുറ്റൂസ എന്ന് പറയില്ലേ? വേറെ ജില്ലക്കാരെ കേൾക്കുമ്പോൾ ചിരിക്കുക, എന്താ പേ കുറ്റൂസാണ്. അപ്പോ കുടിയിരിക്കലുണ്ടാവുമ്പോൾ നമ്മൾ എല്ലാവരും വിളിച്ചു കൊണ്ടുവരും. വരുന്ന ആളുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, അടുക്കള നന്നായി, ബാത്റൂം നന്നായിട്ടുണ്ട്, പ്രധാനമായി കാണിച്ചു കൊടുക്കുക, അത് വേറെ വിഷയം. അപ്പോൾ എല്ലാം കാണിച്ചിട്ട് നന്നായി എന്ന് പറയല നമ്മൾ ഇഷ്ടപ്പെടുക. വീട്ടുകാരൻ ഇഷ്ടപ്പെടുന്ന അതാണ്. നന്നായി ഉഷാറായിട്ടുണ്ട്, നല്ല തേപ്പാണ്, നല്ല പണിയാണ്, നല്ല ഉഷാറാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവും അന്നത്തെ ഭരണാധികാരിയുടെ കൊട്ടാരം കാണാൻ വിളിക്കപ്പെട്ട അതിഥികളിലുണ്ട്. അവിടെ വന്ന് നിൽക്കുമ്പോ സ്വഹാബി, അവിടുത്തെ താബിഈങ്ങളായ ആളുകളുണ്ട്, കൂടെ ആലിമീങ്ങളുണ്ട്, എല്ലാവരുണ്ട്, കവികളുണ്ട്, കഥാകൃത്തുകളുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൂടി. ഇദ്ദേഹമാണെങ്കിലോ മോശമായൊരു ഭരണാധികാരിയായിരുന്നു. ആ കൊട്ടാര വാസത്തിന്റെ അമീറായിരുന്ന ആള്. ഹസനുൽ ബസ്രി തങ്ങൾ സ്റ്റെപ്പ് കണ്ടു, കയറിയിരുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ പ്രസംഗം തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ലഖദ് ബന അഖ്ബസുൽ അഖ്ബസീൻ ഹാദൽ ബിനാ. മോശക്കാരിൽ ഏറ്റവും മോശപ്പെട്ട ഒരാൾ ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ പൈസ ഉണ്ടാക്കിയിട്ട്, മുസ്ലിമീങ്ങളുടെ പൈസ ഒഴിച്ചിട്ട് അവൻ വലിയൊരു കൊട്ടാരമുണ്ടാക്കി. ഇതിനേക്കാളും വലിയ കൊട്ടാരമുണ്ടാക്കിയ ആളുകൾ ഖാറൂനും ഫിർഔനും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനും പറഞ്ഞില്ലേ, എനിക്കല്ലയോ അലൈസലി മുൽക്കു മിസ്റ. ഹസനുൽ ബസ്രി തങ്ങളുടെ പ്രസംഗമാണിത്. എനിക്കല്ലയോ ഈജിപ്തിന്റെ അധികാരം. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഈ നദി എന്റെ കാലിന്റെ താഴെയല്ലയോ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഫിർഔൻ പറഞ്ഞപ്പോ അവന്റെ തലയുടെ മീതെ നദി ഒഴുക്കിയവനാണ് അല്ലാഹു എന്ന് പറഞ്ഞു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു.
രാജാവ് ഇതിങ്ങനെ കേട്ടുന്നിട്ട് സഹിക്കുക. ഒരൊറ്റ കുട്ടി അതിനെ എതിർത്ത് പറഞ്ഞില്ല എന്നാ. രാജാവ് അങ്ങ് എഴുന്നേറ്റ് പോയിട്ട് കൊട്ടാരത്തിനകത്ത് കയറി സർവ്വ പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്ന് അങ്ങ് ചീത്ത പറഞ്ഞു. എന്നെ ഈ നിലക്ക് അപമാനിച്ചിട്ട് നിങ്ങളാരും ഒരക്ഷരം മിണ്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. പി.കെ. ബഷീർ എന്ന് ചോദിച്ചിരിക്കണം അങ്ങനെ അല്ലേ. അപ്പൊ നിങ്ങളാരും എന്നെപ്പറ്റി ഇങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ട് നിങ്ങളാരും എന്തേ ഒരക്ഷരം മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ചു. എന്തേ നിങ്ങൾ മിണ്ടാതിരുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യും, പണ്ഡിതനല്ലേ എന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ ചോര ചിന്തിയിട്ടേ ഞാൻ അടങ്ങൂ, ഞാൻ അയാളെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ പരിപാടിയുടെ മുഖ്യ കാർമ്മികത്വം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നാളെ അതിരാവിലെ തന്നെ തങ്ങൾക്ക് സൗദിയിലേക്ക് യാത്ര പോകാനുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ വളരെ വിലപ്പെട്ട സമയം നമ്മുടെ ഈ കർമ്മ നിർവഹണത്തിന് വേണ്ടി തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ തിരക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളവറുകൾ അവരെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അൽവർദ വിമൻസ് കോളേജിന്റെ ചെയർമാൻ കൂടിയായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ കുട്ടിമൗലവി, ഈ വേദിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വിശേഷിച്ച് ബാപ്പു മുസ്ലിയാർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, സാദാത്യങ്ങളെ, മുറാക്കളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നാം ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിൽ തന്നെ അൽവർദ വിമൻസ് കോളേജിൻ്റെ ക്ലാസ് ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ വേദിയിലുമാണ് ഒരുമിച്ചുകൂട്ടുള്ളത്. നാഥൻ നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സൽക്കരമായ അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അല്ലാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്, അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. നമുക്ക് അൽവർദ വിമൻസ് കോളേജ് മത ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് 3 വർഷത്തെ ഒരു കോഴ്സാണ് നടത്തുന്നത് തന്നെ. അതിലേകദേശം 80 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ ഉള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ 56 കുട്ടികൾ അത് അഡ്മിഷൻ നേടിക്കഴിഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല ഉന്നത രീതിയിലുള്ള പഠനം നടത്താനുള്ള സൗകര്യപ്രദമായ രീതിയിലാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. നാഥൻ്റെ അനുഗ്രഹം ഈ സ്ഥാപനത്തിന് ചുരിഞ്ഞ് അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതിൻ്റെ എല്ലാ ആളുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മക്കൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് കരസ്ഥമാവുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെല്ലാവരും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലാസ് ഉദ്ഘാടനം നടത്തുകയാണ്. ഞാൻ ബിസ്മി ചൊല്ലിത്തരാം, അത് എല്ലാവരും ഏറ്റുചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിപാടിയുടെ ഈ ക്ലാസിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നാഥൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ സമസ്ത പൊതുപരീക്ഷയിൽ വേങ്ങര മേഖലയിൽ നിന്ന്
ഉന്നത വിജയം നേടിയവർക്ക് വേങ്ങര മേഖല SKSSF കമ്മിറ്റി നൽകുന്ന ഉപഹാരം സമർപ്പണം നടക്കുന്നു. പണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉപഹാരം സമർപ്പിക്കുന്നു. പേര് വിളിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ വേദിയിൽ വന്ന് ഉപഹാരം സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. 5ാം ക്ലാസ് ഫാത്തിമ ഷിഫ വി, കുറ്റാളൂർ മർക്കസുൽ ഉലൂം മദ്രസ. ആദില ജബ്ന സി, മംബൗൽ മുദ മദ്രസ കുഴിച്ചന. 7ാം ക്ലാസ് ബാസിമ KK, ദാറുൽ ഉലൂം മദ്രസ ചേറൂർ റോഡ്. ഫിദ നസറിൻ TK, ഇർഷാദ് സുബിയാൻ മദ്രസ മമ്പീദി. ഫാത്തിമ സിനൂന വി, ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ ചെല്ലിത്തൊടു. ജിഫ റസാഖ് K, ദാലിയ ഷെറിൻ K, ഫാത്തിമത്തുൽ ഹസ്ന വി. 3 പേരും ഇർഷാദ് സുബിയാൻ മദ്രസ കുറ്റൂർ പാക്കടപ്രായ. 10ാം ക്ലാസ് ഫർഹാന P, നെല്ലിപ്പറമ്പ് നൂറുൽ ഇസ്ലാം മദ്രസ. +2 സുമയ്യ ഷെറിൻ NK, ഇർഷാദ് സുബിയാൻ മദ്രസ മനാട്ടിപ്പറമ്പ്. SKSSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ നടന്നുവരുന്ന സഹചാരി റിലീഫ് സെല്ലിലേക്ക് ഇക്കഴിഞ്ഞ റമദാനിൽ വേങ്ങര മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിച്ചു നൽകിയ ശാഖക്ക് ഉള്ള ഉപകാരം ഉസ്താദ് സിംസാറുൽ ഹഖ് ഉദവി അവർകൾ നൽകുന്നു. വലിയോഴ ക്ലസ്റ്ററിലെ ചുള്ളിപ്പറമ്പ് ശാഖയിലെ ഭാരവാഹികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വന്ന് ആ കുടിയിരിക്കലിന് ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് രാജാവ് ദേഷ്യം പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരും ഇവിടെ മറുപടി പറയാനുണ്ടായില്ലേ? എന്നെപ്പറ്റി ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് നിങ്ങളാരാ ഒന്നും മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അവർക്കൊന്നും മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പണ്ഡിതനെ കൊല്ലുക തന്നെ ചെയ്യും. അയാളുടെ ചോര കണ്ടിട്ടേ ഇവിടെ നിന്ന് അദ്ദേഹം പോകൂ, അയാളങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് വെട്ടാനുള്ള ജല്ലാദീങ്ങളെയൊക്കെ കയ്യിൽ വാള് കൊടുത്ത് നിർത്തിയിട്ട് ഹസനുൽ ബസ്രി തങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു. പോലീസുകാരെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരൽപ്പം അവിടെ തങ്ങി നിന്നിട്ട് എന്തോ ഒന്ന് ചൊല്ലുന്നത് കണ്ടു. കൊട്ടാരത്തിനകത്തേക്ക് കയറിയപ്പോ ക്ഷുഭിതനായിരുന്ന രാജാവ് ശാന്തനായി എഴുന്നേറ്റ് നിന്നു. യാ മർഹബ, സ്വാഗതം എന്ന് പറഞ്ഞു. യാ അബാ സഈദ് ഇജ്ലിസ് ഹുന, ഇവിടെ ഇരിക്കിനെന്ന് പറഞ്ഞ് വിരിപ്പ് വിരിച്ചു കൊടുത്തു. അവിടെ രാജാവും ഇരുന്നു. എന്താണ് വിശേഷമെന്നൊക്കെ ചോദിച്ചു. കുറെ മസലകൾ ചോദിച്ചു. അൻത അലമുൽ ഉലമാ, ആലിമീങ്ങളിലെ വലിയ ആലിം നിങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് താടിരോമത്തിൽ സുഗന്ധം പൂശിക്കൊടുത്തു. അന്നത്തെ വലിയ സന്തോഷപ്പെടുത്തൽ അങ്ങനെയാണ്. കൈമോട് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അന്ന് എന്ത് ചെയ്യാണ്, താടിരോമത്ത് സുഗന്ധം പൂശിക്കൊടുക്കും. അതന്നെ. അപ്പോ സന്തോഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. പോലീസുകാരൻ ചോദിച്ചു, അല്ല ഹസനുൽ ബസ്രി, നിങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതായിരുന്നു അദ്ദേഹം, ഇതെന്തേ ആകെ മാറിപ്പോയല്ലോ, നിങ്ങൾ എന്താണ് ആ ചൊല്ലിയത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തോ ചൊല്ലിയല്ലോ.
നിങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച ഇയാള് നിങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് വളരെ ആദരവോടുകൂടെ അൻത അലമുൽ ഉലമ, ആലിമീങ്ങളിലെ വലിയ ആലിം നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞത് എന്തേ? അദ്ദേഹം പറഞ്ഞു, എന്നെ അകത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒരൊറ്റ ദിക്റാണ് ചൊല്ലിയത്. യാ വലിയ നിഅമതി വമലാദി ഇൻദ ഖുർബതി اللهم اجعل نقمته علي بردا وسلاما كما جعلته بردا وسلاما على إبراهيم. പഠിച്ചു നോക്കുക. ഉസ്താദ് അടിക്കാൻ വേണ്ടി റൂമിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോളേ കുട്ടിയൊക്കെ ചൊല്ല അല്ലെ പോലീസുകാരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോ തമാശ പറയാണ്, ഇത് ചൊല്ല, വിപത്തുകളിൽ നിന്ന് കാവലുണ്ടാകും. യാ വലിയ നിഅമതി, എനിക്ക് അനുഗ്രഹങ്ങൾ തന്നവനെ അല്ലാഹുവേ, വമലാദി ഇൻദ ഖുർബതി, എന്റെ പ്രയാസങ്ങളിൽ എനിക്ക് അഭയമായവനെ അല്ലാഹുവേ എന്ന് പറഞ്ഞു നോക്കി. യാ വലിയ നിഅമതി വമലാദി ഇൻദ ഖുർബതി اجعل نقمته علي بردا وسلاما اجعل نقمته علي بردا وسلاما كما جعلت النار بردا وسلاما على إبراهيم كما جعلت النار ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ മനുഷ്യൻ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത് നീ എനിക്ക് തണുപ്പും രക്ഷയുമാക്കി തരേണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീജ്വാലകളെ തണുപ്പും രക്ഷയുമാക്കി കൊടുത്തവനെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത്. അത്രയും ദേഷ്യം പിടിച്ച ഒരാൾ, മഹാനവറുകൾ ചെയ്ത കുറ്റം എന്താണ് ഇവിടെ? സത്യം സത്യമായി പറഞ്ഞു കൊടുത്തു. സമൂഹത്തിന്റെ കാശെടുത്തുകൊണ്ട് ദൂർത്ത് നടത്താൻ പാടുള്ളതല്ല. സമൂഹത്തിന് വേണ്ടി സമൂഹത്തിനോട് കൈകാണിച്ച് ചോദിച്ച് ഉമ്മത്തികളിലെ പാവപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, യതീമക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ്, മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് സമ്പത്ത് വാരിക്കൂട്ടി അതൊന്നും റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാനോ നാടുകളിൽ വ്യവസായങ്ങൾ വ്യാപിപ്പിക്കാനോ ഉപയോഗിക്കാനുള്ളതല്ല. ഹസനുൽ ബസ്രി തങ്ങളുടെ അതിശക്തമായ ഈ സാരോപദേശമാണ് മഹാനവറുകൾ ഈ രാജാവിന്റെ മുമ്പിൽ ചെയ്ത തെറ്റ്. പക്ഷേ അള്ളാഹു സംരക്ഷിച്ചുവല്ലോ, അള്ളാഹു കാവൽ കൊടുത്തുവല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അഞ്ചാമത്തെ വിഷയം തഹ്ത ദുല്ലിൽ അഖീദ, ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മങ്ങൾക്ക് താഴെ നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ മാത്രമാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട, ജനങ്ങളെ തൃപ്തിപ്പെടുത്തണ്ട, അള്ളാഹുവിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, പണ്ഡിതന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നാട്ടിലെ മഹല്ല് സെക്രട്ടറിയെയോ പ്രസിഡന്റിനെയോ ഖജാൻജിയെയോ അല്ല തൃപ്തിപ്പെടുത്തേണ്ടത്, അള്ളാഹുവിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. അങ്ങനെ വന്നാൽ ജനങ്ങളുടെ ഖൽബിനുള്ളിൽ അള്ളാഹു നിങ്ങളോട് സ്നേഹമുണ്ടാക്കി തരും. ജനങ്ങളെ മുഴുവൻ ഇഷ്ടപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല എന്ന. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു കാഫിർ പോലും ഇല്ലാതിരിക്കണം. അങ്ങനെയാണോ സംഭവിച്ചത്? നബി വഫാത്താകുമ്പോൾ മദീനയിൽ ജൂതന്മാരുണ്ടല്ലോ, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്, മദീനയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുണ്ട്. അവരെ പിന്നെ മദീനക്ക് പുറത്തേക്ക് കടത്തുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വരവോടുകൂടെ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നോ? ഇല്ല. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ആരെ കൊണ്ടുമാവില്ല. തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രം. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന്. ഏതെല്ലാം പാർട്ടികളുണ്ട്, ഏതെല്ലാം പ്രസ്ഥാനക്കാരുണ്ട്, ആർക്കും എല്ലാവരും പിടിക്കൂലെന്ന. പല കുറ്റം ഉണ്ടാവും. ആ പാർട്ടിക്കാരെ ഒരു കുഴപ്പമാണ്, ഇപ്പുറം പറയും അയാൾ കുഴപ്പമാണ്. പക്ഷേ സത്യം എവിടെയാണോ അത് മനസ്സിലാക്കുക. ജുഹ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ജുഹ കേട്ടിട്ടുണ്ടോന്നറിയില്ല. മുല്ല നസറുദ്ദീൻ എന്നാണ് അയാളെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. തുർക്കിക്കാരനാണ്, അറബിയായിരുന്നില്ല എന്നാ, തുർക്കിക്കാരനാണ്. വലിയ തമാശക്കാരനായിരുന്നു. അദ്ദേഹം 3 ദിവസം വഅദ് പറയാൻ വേണ്ടി ഏറ്റൊരു രംഗമുണ്ട്. വഅദ് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നപ്പോഴാ ചോദിച്ചത് ജനങ്ങളോട്, അല്ല ഞാൻ ഇന്ന് വഅദ് പറയാൻ പോകുന്ന വിഷയം എന്താ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. ഒരു വിവരമില്ലാത്ത നിങ്ങളോടാ ഞാൻ വഅദ് പറയണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിറ്റേന്ന് അടുത്ത വഅദിനും കൂടെ വരുമല്ലോ, പിറ്റേന്ന് എല്ലാവരും തീരുമാനിച്ചു അറിയെന്ന് പറഞ്ഞേക്കാം. അന്ന് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അറിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിവരമുണ്ടേ പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോയി.
അതിൽ തീരുമാനിച്ചിരുന്ന പകുതി ആൾക്കാർ അറിയുന്നു പറയാം, പകുതി അറിയില്ല എന്നും പറയാം. നമ്മളിപ്പോൾ വേള പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ ഇതാ പറഞ്ഞു, കുറച്ചു കൂട്ടർ അറിയുന്ന പകുതിക്കാര് അറിയാത്ത പകുതിക്ക് പറഞ്ഞു കൊടുത്തില്ലെന്ന് പറഞ്ഞു. അന്നും ഇറങ്ങിപ്പോയി. മുല്ല നസറുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഒരു രസകരമായ അനുഭവമുണ്ട്. അദ്ദേഹവും മകനും യാത്ര പോവുകയാണ് ഒരു കഴുതപ്പുറത്ത്. വാപ്പയല്ലേ കഴുതപ്പുറത്ത് കയറുന്ന മോനോട്, 2 ആളെ ഓവർലോഡ് കൊണ്ടുപോകാൻ ഈ കഴുതക്ക് കഴിയില്ല, ഒരാളെ വഹിക്കാൻ പറ്റുള്ളൂ. ഒരു മഹല്ലിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ മഹല്ലുകാരെന്ത് പറഞ്ഞു, നോക്കണം, വല്ലാത്ത ഒരു ക്രൂരനായ വാപ്പേ ആ ചെറിയ മോനെ നടത്തിയിട്ട് ആ മുത്തം മനുഷ്യനാണ് അതിന്റെ മേലെ കയറി യാത്ര ചെയ്യുന്നത് കണ്ടില്ലേ, ആ കുട്ടിയോടൊരു കരുണല്ലാത്ത വാപ്പ. ഇത് കേട്ട മൂപ്പര് താഴെ ഇറങ്ങി, മോനെ ഈ കാര്യക്കുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത നാട്ടുകാർ ഇത് കണ്ടപ്പോ പറഞ്ഞു, കണ്ടില്ലേ സ്വന്തം വാപ്പയോടൊരു ബഹുമാനമില്ലാത്ത മോനെ, സ്വന്തം വാപ്പ നടക്കുന്നു ആ മോഹൻ വാഹനപ്പുറത്ത്. മോനും ഇറങ്ങി, മോനെ നമ്മൾ 2 കയറി നോക്കാന്ന് പറഞ്ഞു. 2 ആളും കൂടെ നടക്കുമ്പോഴാ അടുത്ത മഹല്ലത്തുകാർ കണ്ടില്ലേ ഒരു പാവം മൃഗത്തോടൊരു കരുണ പോലില്ലാത്ത കശ്മലന്മാർ, ആ പാവം മൃഗത്തിന്റെ മീതെ 2 ആളാണ് കയറി നടക്കുന്നത്. 2 ആളും ഇറങ്ങി കുതിരനെ നമ്മൾ കയറും പിടിച്ച് നടക്കാന്ന് പറഞ്ഞു. അടുത്ത നാട്ടുകാരെന്ത് പറഞ്ഞു, കണ്ടില്ലേ 2 ഹംക്കുകൾ, നല്ലൊരു വാഹനം അല്ല കൊടുത്തിട്ടേ അതിനെ നടത്തുന്നു, ഇവരും നടക്കുന്നു. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു ആശയം ഇതാണ്, ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പലരും പല കണ്ണിലൂടെയാണ് നോക്കുന്നത്, പലരുടെയും ആശയങ്ങളും ചിന്തകളും വേറെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സുസമ്മതനായിട്ട് അങ്ങനെ സംഭവമല്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനേ കഴിയും. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് വിഷയം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് കടന്നു വന്നപ്പോഴാണ് ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് ധരിക്കുന്ന എന്റെ ഈ പർദ്ദ പോലെയുള്ള നീണ്ട വസ്ത്രം ഇനി സ്കൂളിൽ പാടില്ലത്രേ, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അറബ് ലോകത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ഷെയ്ഖ് ഉമർ അൽ അഷ്ഖർ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഈ വിഷയം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മവാഖിഫ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നു, ടീച്ചർ അങ്ങ് ദേഷ്യപ്പെട്ട് കലി കയറിയ, ഇത്രയും വാർണിംഗ് കൊടുത്തിട്ട് നീ എന്തേ ഇത് ചെയ്യാതിരുന്നത്, എന്റെ വാക്ക് നീ കാറ്റിൽ പറത്തിയല്ലേ. ഈ കുഞ്ഞിനോട് ആക്രോശിച്ച് സംസാരിച്ചപ്പോ ആ കുഞ്ഞങ്ങ് നിലവിളിച്ചു, ഞാൻ അവനെ അനുസരിക്കണമോ അല്ല എന്റെ ഈ ടീച്ചർ അനുസരിക്കണോ, അവനെ അനുസരിക്കണോ ഈ ടീച്ചർ അനുസരിക്കണോ, ഞാൻ അവൻ അനുസരിക്കണോ അല്ല. ടീച്ചർ ആരാണ് ഈ അവൻ എന്ന് ചോദിച്ചു. ടീച്ചർ മുസ്ലിം ആയിരുന്നു, ഒരു സെക്യുലർ മുസ്ലിമാണ്, പക്ഷെ അവര് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരുന്ന പെണ്ണായിരുന്നു. ആരാണ് ഈ അവൻ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ അള്ളാഹു, എന്റെ അള്ളാഹുവിനെ അനുസരിക്കണോ അല്ല ഞാൻ നിങ്ങൾ അനുസരിക്കണോ. ഇത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ് ടീച്ചറെ. എന്റെ അള്ളാഹു പറയുന്നു ഞാൻ ഇങ്ങനെ നടക്കണം, നിങ്ങൾ പറയുന്നു വേണ്ട. എന്നെ പടച്ചവനാണ് അള്ളാഹു, നിങ്ങളെ പടച്ചവനാണ് അള്ളാഹു. എന്റെ സ്രഷ്ടാവിനോടൊരു കാര്യം പറയുന്നു, നിങ്ങൾ എന്നോട് മറ്റൊന്ന് പറയുന്നു. ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്? ഞാൻ തീരുമാനിച്ചു ടീച്ചറെ, ഞാൻ എന്നെ പടച്ച അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. വൽ യകുൻ മാ യകൂൻ, വേണ്ടത് സംഭവിച്ചോട്ടെ. പിറ്റേന്ന് രാവിലെ ഈ കുഞ്ഞിന്റെ ഉമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് എന്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്കറിയില്ലായിരുന്നു അള്ളാഹുവിനെ പറ്റി. എന്റെ ജീവിതത്തിൽ തൗബ ചെയ്യാനും അള്ളാഹുലേക്ക് മടങ്ങാനും നിങ്ങളുടെ പിഞ്ചു പൈതലാണ് കാരണമായത്. അഹ്സൻതി തർബിയതഹ, നിങ്ങൾ ഈ കുഞ്ഞിനെ തർബിയത്ത് ചെയ്തത് വളരെ നന്നായി എന്ന് ആ ഉമ്മയെ പ്രശംസിക്കുകയാണ്. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? ആരെയാ തൃപ്തിപ്പെടുത്തേണ്ടത്? അള്ളാഹുവിനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക തത്വങ്ങളിൽ മർമ്മപ്രധാനമായ ഒരു വിഷയം ഇതാണ്, തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ്. ഒരു കാരണവുമില്ലാതെ വാപ്പ പറയുന്നു മോനോട്, മോനെ നിന്റെ ഭാര്യയെ നീ ത്വലാക്ക് ചൊല്ലിക്കോ. ഉമ്മ പറയുന്നു, മോനെ നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കിക്കോ. എന്തിനുമ്മ? കാരണമൊന്നുമില്ല, ഉമ്മക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊന്ന് അത്ര നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കൊണ്ടുവന്ന അത്ര ആയിട്ടില്ല, അതുകൊണ്ട് അവൾ ഒഴിവാക്കിക്കോ. ഉമ്മയെ അനുസരിക്കലൊക്കെ നിർബന്ധമാണ്. പക്ഷേ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഉമ്മയെയും അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു വാപ്പയെയും അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഉടമസ്ഥനായ അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല എന്ന് ദീനിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്, ഖായിദയാണ്. ഇർളാഉല്ലാഹ്, അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്, അവനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. ജനങ്ങളുടെ തൃപ്തിയല്ല നോക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് നോക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിലൂടെ പഠിപ്പിച്ചു തന്ന 7ാമത്തെ വിഷയം നമ്മൾ ഓർക്കേണ്ടത്, അസ്ഹാബ്,
ഇഖ്തിയാറുൽ അസ്ഹാബ്, നമുക്കൊക്കെ നല്ല കൂട്ടുകാര് വേണം, നല്ല സുഹൃത്തുക്കൾ വേണം, നല്ല സൗഹൃദ ബന്ധം. നല്ല സൗഹൃദ ബന്ധമാണ് നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്, ചീത്ത സൗഹൃദ ബന്ധമാണ് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. മക്കയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളിൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് ഒരു നല്ല മനുഷ്യനായിരുന്നു. ആദ്യകാലത്ത് നബിയെ ഉപദ്രവിക്കുമായിരുന്നില്ല, നബിയെ ചീത്ത വിളിക്കുമായിരുന്നില്ല. തന്റെ കൂടെയുള്ള അബൂജഹൽ പോലും പറയും ഉഖബ മുസ്ലിമായിട്ടുണ്ടോ എന്ന് സംശയിക്കുമായിരുന്നു. ഉഖബ മുസ്ലിമായിട്ടുണ്ടോ എന്ന്. അദ്ദേഹം മുസ്ലിമല്ല, പക്ഷേ നബി തങ്ങളുടെ കൂടെ വന്നിരിക്കും, ഹബീബിനോട് നല്ല നിലയിൽ സംസാരിക്കും. മറ്റുള്ളവർക്ക് ആക്രോശിക്കുമ്പോൾ ഇയാൾ അതൊന്നും ചെയ്യുമായിരുന്നില്ല. പക്ഷേ ഇയാൾക്കൊരു കൂട്ടുകാരനുണ്ട്, അയാൾ ഫലസ്തീനിയാണ്. ഫലസ്തീൻകാരനായൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ മക്കയിൽ വന്നപ്പോ ആളുകളൊക്കെ ചെന്ന് പറഞ്ഞു, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഉഖബ, അവൻ മുസ്ലിമാണ്, മുഹമ്മദ് നബിയുടെ കൂടെയാണ്. ഇത് പറഞ്ഞപ്പോ കാഫിറായ ആ കൂട്ടുകാരനാ പറഞ്ഞത്, ആ മുഹമ്മദ് നബിയെ ഉപദ്രവിക്കാതെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇനി മിണ്ടില്ല. ആ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാനാ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ അദ്ദേഹം ഷാളുകൊണ്ട് വരിഞ്ഞു മുറുക്കിയത്. തന്റെ കൂട്ടുകാരനോട് മിണ്ടാൻ വേണ്ടിയാണ് ഹബീബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയത്. അവസാനം എന്തുണ്ടായി? ബദർ യുദ്ധം നടന്നപ്പോൾ ബദറിൽ അദ്ദേഹം കാഫിറായി വധിക്കപ്പെടുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന ആയത്തുകളായി സത്യവിശ്വാസികൾക്ക് പാഠം നൽകുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يعض الظالم على يديه ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. നാളെ അക്രമികൾ വിരൽ കടിക്കുന്ന ദിവസമാണ്. അവരെ വിരൽ കടിച്ചുകൊണ്ട് പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, ആ നബിയോടൊപ്പം ഞാനൊരു നല്ല മനുഷ്യനായി ജീവിച്ചിരുന്നെങ്കിൽ. യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന പേരുള്ളവനെ എന്റെ സുഹൃത്തായി ഞാൻ കൊണ്ടു നടന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പരലോകത്ത് ചിന്തിച്ചു പോകും. അല്ലാഹു നമുക്ക് നല്ല കൂട്ടുകാരെ തരട്ടെ, നല്ല കൂട്ടുകെട്ടുകളെ നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. അവർ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും നല്ല സുഹൃത്തുക്കളെ അല്ലാഹു അവർക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. നല്ല മോനായിരുന്നതിന്റെ ശേഷം എന്നെ പഴപ്പിച്ചത് ഇവനാണ്, എൻ്റെ ഷാമുകാരനായ ഫലസ്തീനിയായ കൂട്ടുകാരനാണ് എന്ന് ഉഖബ ഇബ്നു അബീ മുഅയ്ത് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെയുള്ള മാതൃകയാണ്. കഴിഞ്ഞ റമദാൻ 27 അന്ന് രാവിലെ ഒരു ഉപ്പ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം പറഞ്ഞു. കോഴിക്കോട് വെച്ച് കണ്ട അദ്ദേഹം ആ വിഷയം പറഞ്ഞു. എൻ്റെ മോൻ 19 വയസ്സായി, പക്ഷേ പറഞ്ഞത് തീരെ കേൾക്കുന്നില്ല. അവൻ വാതിലടച്ച് മൊബൈലിൽ കളിയാണ്. 19 വയസ്സാ, ജോലിക്കും പോവില്ല, പഠിക്കുന്നുമില്ല. വാപ്പയായ എന്നോട് കയർത്ത് സംസാരിക്കുന്നു, എന്റെ മോനൊന്ന് നന്നാവാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഉപ്പ കണ്ണുനീരടങ്ങുന്നില്ല. ഉപ്പ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വാഅദ് കേൾക്കാറുണ്ട്, എന്റെ വീട്ടുകാരെ കേൾക്കാറുണ്ട്, എന്റെ ഈ മോന് മാത്രം കേൾക്കാറില്ല. അവന് നന്നാവാൻ ദുആ ഇറക്കണേ, എന്റെ മോനെ ഞാൻ ശപിച്ചു പോകുമോ എന്ന് പേടിയുണ്ട്. ആ വാപ്പ അങ്ങനെ സങ്കടപ്പെട്ട് പറയാം. ആകെ 2 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒരു ഒട്ടകത്തിന്റെ കഥ പറഞ്ഞില്ലേ, ഞങ്ങൾ വാഅദ് കേട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ആ ഒട്ടകത്തെ ശപിച്ചപ്പോ ലഅനത്തുല്ലാഹ്, അള്ളാന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഒട്ടകത്തോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇനി ആ ഒട്ടകം ഉപയോഗിക്കല്ലേ, ദഊഹാ ഫഇന്നഹാ മൽഊന, നിങ്ങൾ ശപിച്ചില്ലേ, ആ ഒട്ടകം ശപിക്കപ്പെട്ടു എന്ന് പറയുകയും ആ ഒട്ടകം പിന്നെ മദീനയിലൂടെ നടക്കുമ്പോൾ ആളുകളാരും ആ ഒട്ടകത്തെ തിരിഞ്ഞു നോക്കില്ല. അവരൊക്കെ കാണുമ്പോൾ പറയും, ശപിക്കപ്പെട്ട ഒട്ടകമാണത്, മൽഊന. ആരും അതിനെ കയറാറില്ല, ആരും അതിനെ നോക്കാറില്ല, ആരും അതിനെ ഉപയോഗിക്കാറില്ല, ആരും അതിനെ വാങ്ങിയിട്ടുമില്ലെന്നാണ് നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ഫലമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആ വാപ്പ കരഞ്ഞുകൊണ്ട് തേങ്ങിപ്പിടിച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ചു പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ വഴിതെറ്റി ജീവിച്ചപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് വന്ന ആ മകനെതിരെയുള്ള പ്രാർത്ഥന അവന് പറ്റുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. എൻ്റെ മക്കളിൽ അവന് ജ്യേഷ്ഠന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ഒക്കെ നല്ല മക്കളാണ്.
പക്ഷെ ഒരു മോന് മാത്രം വെറും മൊബൈലിൽ മാത്രം അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അത് റീചാർജ് ചെയ്യാൻ കുറച്ച് പൈസ ഇവിടെ നിന്ന് സങ്കല്പിക്കും, വാതിലടക്കും, ഞങ്ങളോട് മിണ്ടാറില്ല, നന്നാവാറില്ല. നല്ല കുട്ടിയായിരുന്നു, എങ്ങനെയാ പിഴച്ചത് എന്നറിയില്ല. 19 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ അങ്ങനെ അവസ്ഥ. ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി. നന്മ അറിഞ്ഞതിന്റെ ശേഷം, നല്ല മോനായി ജീവിച്ചതിന്റെ ശേഷം വഴിതെറ്റിപ്പോയത് എത്ര കൂട്ടുകാർ കാരണമാണ്. വകാന ശൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്ന ആളാണ്, പിശാച് മനുഷ്യനെ നിന്ദനാക്കുന്നവനാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകെട്ടാണ് നമ്മുടെ ആവശ്യം. ഈ സദസ്സിലുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ വേണം. സുഹൃത്ത് നന്നാവില്ലെങ്കിൽ അവനെ വിടണം. നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കണം. മോശപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ കാരണമായേക്കും. അതുകൊണ്ട് ആൺമക്കളും പെൺമക്കളും ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ആഡ് ചെയ്യുക, നമുക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏഴാമത്തെ ഒരു വിഷയം ദറൂറത്തു ഇത്തിബാഇൽ ഹഖ്. സത്യം എവിടെയാണോ ആ സത്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എവിടെയാണ് സത്യമുള്ളത്? ആ സത്യം. ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി നോക്കിയിട്ടാണ്. ഒരാൾ വലിയ മഹാനാണോ, വലിയ ഉസ്താദ്, വലിയ ആലിം, എല്ലാം ശരിയാണ്. ജീവിതത്തിന്റെ വിശുദ്ധി എങ്ങനെയാണ്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വ എങ്ങനെയാണ്? അവരുടെ കയ്യിൽ സത്യമുണ്ടോ ഇല്ലയോ? ഇത് നോക്കിയിട്ടേ ഒരാളെ നമുക്ക് വില കൊടുക്കാൻ പാടുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് വല്ലാതെ സ്നേഹമുള്ള മോനാണ്, നല്ല സ്നേഹമുള്ള മോനാണ്. കാന ബാറൻ ബിവാലിദതി. ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുസ്ലിമായപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, സഅദേ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഉമ്മ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരിച്ചു പോകും സഅദേ. എന്നിട്ട് ആളുകൾ നിന്നെ പറ്റി പറയും, സഅദിന്റെ ഉമ്മയെ നോക്കാതെ സഅദിന്റെ ഉമ്മ മരിച്ചു എന്ന് പറയുകയും, ലോകാവസാനം വരെയുള്ള ആളുകൾ ഉമ്മയെ നോക്കാത്ത മോനാണെന്ന് നിന്നെ പറ്റി പറയുകയും ചെയ്യും സഅദേ. ഉമ്മ ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇസ്ലാം എന്ന് പുറത്തു പോരണം. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ അതിനേക്കാളും എൻ്റെ സ്നേഹം എനിക്ക് അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് ഉമ്മ, 1000 ശരീരം ഉമ്മാക്കുണ്ട് എന്നിരിക്കട്ടെ, ഓരോ ശരീരവും ചത്തൊടുങ്ങുന്നു എന്നിരിക്കട്ടെ, മരിച്ചു വീഴുന്നു എന്നിരിക്കട്ടെ, ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോന്നെങ്കിലേ ഉമ്മ വെള്ളം കുടിക്കൂ എങ്കിൽ ഉമ്മ 1000 ശരീരം മരിച്ചു വീണാലും സഅദ് സത്യം ഉപേക്ഷിക്കാൻ പോകുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അവരാണ് പിന്നെ മുസ്തജാബുദ് ദഅവ, ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയായി മാറിയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഇത്തിബാഉൽ ഹഖ്, സത്യം എവിടെയോ അവിടെയാണ്. അത് ചെറിയ കുട്ടിയുടെ കയ്യിലാണെങ്കിലും വലിയവന്റെ കയ്യിലാണെങ്കിലും സത്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. കണ്ണും ചിമ്മി എന്ത് സംഭവിച്ചാലും അതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, അങ്ങനെയല്ല പറയേണ്ടത്. കണ്ണു തുറക്ക്. സത്യവും അസത്യവും നേരും നെറുകേടും മനുഷ്യൻ മനസ്സിലാക്കണമെന്നാണ്. ഹക്കിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രസകരമായ അനുഭവമുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, മാലിക് എന്നവരെ, ഞാൻ എൻ്റെ ഭാര്യയോട് വല്ലാത്ത സ്നേഹം കൂടിയപ്പോഴേ അവൾ വല്ലാത്ത സുന്ദരിയാണെന്ന് പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞു പോയി എൻ്റെ ഭാര്യയോട്. ഞാൻ പറഞ്ഞു, ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി ഫഅൻതി താലിഖ്. പൂർണ്ണ ചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. പൂർണ്ണചന്ദ്രനേക്കാൾ, നമ്മുടെ തെങ്ങുമ കയറുന്ന ചന്ദ്രനല്ല ഇത്, നമ്മുടെ ബദ്റുൽ മുനീർ, നിലാവെളിച്ചം നൽകുന്ന ശോഭയുള്ള ആ ചന്ദ്രപ്രഭയുള്ള പൂർണ്ണചന്ദ്രനെ അൽ ബദ്റു തമാം, ആ ബദ്റു തമാമിനേക്കാളും നിനക്ക് ശോഭയില്ലെങ്കിൽ, ഭംഗിയില്ലെങ്കിൽ നീ ത്വലാഖ് സംഭവിച്ചവളാണ്. ഇയാൾക്ക് ഇവളെ ത്വലാഖ് എല്ലാം ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവള് അതിസുന്ദരിയാണെന്ന് പറയല ഉദ്ദേശം. പക്ഷെ പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി. മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ബദ്റു തമാമിനേക്കാളൊക്കെ നിന്റെ ഭാര്യയ്ക്ക് ശോഭ ഉണ്ടോ? നീ എന്തായി പറഞ്ഞത്? നിന്റെ ഭാര്യ നീയുമായി വേർപിരിയുന്ന ത്വലാഖല്ലയാ സംഭവിച്ചത്. പടച്ചോനെ, എൻ്റെ ഭാര്യ പോയോ? ഞാൻ അവളെ പോവാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാ. സങ്കടപ്പെട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്.
അന്ന് മുതഅല്ലിമാൻ, മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഷാഫിഈ ഇമാം ചോദിച്ചു ആ അറാബിയോട്, എന്താ വിഷയം, വല്ലാതെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറയണ്ടേ കുട്ടിയെ, എന്നാൽ എന്നോടൊന്ന് പറഞ്ഞൂടെ? ഞാൻ ചോദിച്ചു, ഫത്വ കിട്ടി, ഞാൻ പോവാണ്, എന്തേ, എന്നാലും ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മോനെ, അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്കിപ്പോൾ നഷ്ടമായി എന്നപ്പോൾ പറഞ്ഞത് ഇമാം, നിങ്ങളോട് ഇരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് ശരിക്കും നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ, നോക്കിയിട്ടുണ്ട്. അവിടെ സൗന്ദര്യം എത്ര എന്നൊക്കെ അറിയോ? ആ, അറിയാം. എന്നാൽ അവൾ പൂർണ്ണ ചന്ദ്രനേക്കാളും സൗന്ദര്യമുള്ളവളാണല്ലോ. അതെങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, സൈത്തൂനിനെ തന്നെയാണ് സത്യം, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, ഈ പരിശുദ്ധമായ മക്കാ നഗരത്തെ തന്നെയാണ് സത്യം. മനുഷ്യനെ അള്ളാഹു ഏറ്റവും മനോഹരമായ രീതിയിലാണ് പടച്ചത്. മനുഷ്യനാണ് അഹ്സന തഖ്വീം, ദി ബെസ്റ്റ് പ്രൊപ്പോർഷൻ അള്ളാഹു പടച്ചത് മനുഷ്യനെയാണ്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനേക്കാളും ശോഭയുള്ളത് മനുഷ്യനാണല്ലോ. നിങ്ങളുടെ ഭാര്യയും മനുഷ്യനല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ എല്ലാറ്റിനേക്കാളും ഭംഗിയുള്ളവളാണ്. അള്ളാഹു മനുഷ്യനെ അങ്ങനെയാണ് പടച്ചതെന്നല്ലേ അള്ളാഹു സൂറത്തു തീനിൽ പറയുന്നത്. ഇത് രസമുണ്ടല്ലോ മോനെ, ഇമാമിനോടൊന്ന് പറഞ്ഞു നോക്കുക, ഇമാമത് സ്വീകരിക്കോ, പോയി നോക്കുക എന്ന് പറഞ്ഞു. ഇമാമിനോട് പറഞ്ഞു, ഇമാമേ നിങ്ങളുടെ ശിഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു എത്ര വലിയ ആലിമാണ്. ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന. മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തൊരാളും ഫത്വ കൊടുക്കാൻ പാടില്ല. അതിനധികാരം മാലിക് ഇമാമിനാണെന്ന് ലോകം അംഗീകരിച്ച മഹാൻ. ലോകത്തെ ആദ്യത്തെ ഹദീസിന്റെ ഗ്രന്ഥമായ ഫിഖ്ഹും കൂടെ കൂട്ടിക്കലർത്തിയ മുഅത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയ പ്രഗത്ഭനായ ഇമാമു ദാരിൽ ഹിജ്റ, ഹബീബിന്റെ മദീന വിട്ടു പോവാത്ത മഹാനായ മാലിക് ഇബ്നു അനസിൽ മദനി റളിയല്ലാഹു അൻഹു ഒരു മുതഅല്ലിമാണ് പറഞ്ഞത്. വല്ല അഹങ്കാരം തോന്നിയോ? അതല്ല, ഉസ്താദ് തന്നെയാണ് വലിയ വിവരമുള്ള ആള്, എന്റെ വിദ്യാർത്ഥിക്ക് എങ്ങനെ എന്നെക്കാൾ ഇൽമുണ്ടാവുക? അതൊന്നും പറഞ്ഞില്ല. അൽ ഹഖ്ഖു വഹഖ്ഖു അൻ യുത്തബ. ഇമാമുന മാലിക് തങ്ങളുടെ വചനമാണത്. അൽ ഹഖ്ഖു വഹഖ്ഖു അൻ യുത്തബ. സത്യമാണ് പിന്തുടരപ്പെടേണ്ടത്, സത്യമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. അഖ്തഅ മാലികുൻ വഅസ്വാബ ശാഫിഈ. മാലിക് ഇമാമിന് തെറ്റുപറ്റിയിരിക്കുന്നു, ഷാഫിഈ പറഞ്ഞതാണ് സത്യമെന്ന് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഒരു അഹങ്കാര ലേശമന്യേ, ഒരു വെറുപ്പുമില്ലാതെ സന്തോഷത്തോടെ തനിക്ക് തെറ്റുപറ്റി ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത്, ഫത്വ നൽകിയത് ഇമാമുന ഷാഫിഈ പറഞ്ഞതാണ് സത്യം, അതാണ് ഹഖ്, അതാണ് അംഗീകരിക്കേണ്ടത് എന്ന് തുറന്നു പറഞ്ഞ ഇമാമുന മാലിക് റളിയല്ലാഹു തആല. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇതാണ്. സത്യം എവിടെയാണോ അൽ ഹഖ് വഹഖ് അൻ യുത്തബ, സത്യമാണ് പിന്തുടരപ്പെടേണ്ടത്, സത്യമാണ് അംഗീകരിക്കേണ്ടത്, സത്യത്തിന്റെ കൂടെയാ നിൽക്കേണ്ടത്. കണ്ണും ചിമ്മി നിൽക്കണ്ട, കണ്ണും ചിമ്മിയിട്ട് തക്ബീർ ചൊല്ലണ്ട. എവിടെ സത്യമുണ്ടോ, എവിടെ ഹക്കുണ്ടോ, എവിടെ ന്യായമുണ്ടോ അതിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അൽ ഹഖ് വഹഖ് അൻ യുത്തബ. അസ്വാബ ശാഫിഈ അഖ്തഅ മാലികുൻ വഅസ്വാബ ശാഫിഈ. ഷാഫിഈ പറഞ്ഞത് സത്യമാണ്, മാലിക് പറഞ്ഞത് തെറ്റാണ് എന്ന് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന്റെ വിജയത്തിന് കാരണമായ നന്മയുടെ വഴികളിൽ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പാഠം, നമ്മൾ അറിയേണ്ട പാഠം ഏഴാമത്തേത് നമ്മൾ അറിയണം. അന്നിസാഉ മഹാദിനുർ റിജാൽ, അന്നിസാഉ മഹാദിനുൽ അജിയാൽ. ഈ സമൂഹത്തിന്റെ ഉമ്മമാരാണ് സമൂഹത്തിന്റെ തലമുറകളെ സൃഷ്ടിക്കുന്നത്. 12 മണിയായോ? സമയം വയ്യോ? ഇനി 2-3 പറയാണ്ട്, ഒന്നും നടക്കും തോന്നണില്ല. 1-2 പറയല്ലേ ഇൻഷാ അല്ലാഹ്. ചൂടെടുക്കണ്ട, നമ്മൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്തുല്ലിരിക്കല്ലേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നിസാഉ മഹാദിനുൽ അജ്യാൽ. പെണ്ണുങ്ങളാണ്, സഹോദരിമാരാണ് ഈ സമൂഹത്തിന്റെ തലമുറകളെ സൃഷ്ടിക്കേണ്ടവർ. ഉമ്മമാരാണ്, പെണ്ണുങ്ങളുടെ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉമ്മമാരാണ് സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തത്. നമ്മൾ ദീൻ പഠിച്ചത് ഉമ്മയിൽ നിന്ന്. കാരണം വാപ്പ പുറത്താണ്, ഉമ്മയാണ് കൂടെയുള്ളത്. ഉമ്മയിൽ നിന്നാണ് മക്കൾ നന്മ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മമാരാണ് ഏറ്റവും നല്ല മാതൃകയാവേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 മഹദിമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. സഫിയ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക്. ആ പ്രിയപ്പെട്ട മഹദി സഫിയ റളിയല്ലാഹു അൻഹ താലോലിച്ച് വളർത്തിയ മോനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഒരേ ഒരു മോനാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയതിന്റെ ശേഷം ആ മോനെ വളർത്തിക്കൊണ്ടുവന്നത് സഫിയ ബീവിയാണ്. ആ കുഞ്ഞിനെങ്ങനെ അടിക്കുമ്പോ ആളുകൾ പറയുമത്ര, സഫിയ ഒരു ഉമ്മയുടെ അടിയല്ലല്ലോ അടിക്കുന്നത്, ഒരു ഇളയാമത്തള്ള അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഉമ്മ തന്നെയാണോ? ആ കുഞ്ഞിനടിക്കുന്ന അടി കണ്ടില്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹു യഅലമു മാ ഫീ ഖൽബി. എന്റെ റബ്ബിനറിയാം എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന്. എന്റെ മോനെ വല്ലാഹി ലൗ ഇദ്ദുഹു ലിജൈഷിൻ യഫ്തഹുല്ലാഹു അലാ യദൈ. എന്റെ മോനെ ഞാൻ ഒരുക്കുന്നത് ഇസ്ലാമിന് വിജയം കൊയ്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൈന്യാധിപനായി മാറാനാണ്. എന്റെ മോൻ ധൈര്യനായി വളരണം, ധീരനായി വളരണം, അവന് മനക്കരുത്ത് വേണം, ഞാൻ അവനെ ഒരുക്കുകയാണ് എന്ന് ചെറുപ്പം മുതലേ പറഞ്ഞിരുന്ന സഫിയ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികൾ ഓടിയല്ലോ. ഉഹദിന്റെ അവസാന ഘട്ടത്തിൽ സ്വഹാബികൾ ഓടി. ഉഹദിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്വഹാബത്തിനെ പറ്റി മോശമായി വിചാരിക്കരുത്. ഒരു ഉഹദേ സംഭവിച്ചിട്ടുള്ളൂ ഇസ്ലാമിൽ. 2 ഉഹദ് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ഉഹദ്. സ്വഹാബത്ത് പാഠം പഠിച്ചു. ആ ജബൽ റുമാത്തിൽ താഴെ ഇറങ്ങി വരല്ലേ എന്ന് പറഞ്ഞത് കേൾക്കാതെ അവരിറങ്ങി വന്നു. യുദ്ധം പരാജയത്തിലായി. പക്ഷേ ഉഹദ് ഒന്നേ സംഭവിച്ചുള്ളൂ. സ്വഹാബത്ത് അതിൽ നിന്ന് പാഠം പഠിച്ചവരാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് 60 കഴിഞ്ഞ സഫിയ റളിയല്ലാഹു അൻഹ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കുന്തമിങ്ങ് വാങ്ങിച്ച് പിടിച്ചു വലിച്ചു വാങ്ങിച്ചിട്ടാണ് അതഫിറൂന മിൻ യദൈ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ യുദ്ധക്കളത്തിൽ നിർത്തിയിട്ട് നിങ്ങൾ ഓടുകയാണോ എന്ന് ചോദിച്ച് 60 കഴിഞ്ഞ ഉമ്മയാണ്, നബിയുടെ അമ്മായിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു വന്നില്ലേ ശത്രുക്കളെ വകവരുത്താൻ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കാണുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സഫിയ ബീവിയുടെ പ്രിയപ്പെട്ട മോന് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സുബൈറേ, ഉമ്മയോട് പറയണം അങ്ങോട്ട് മുന്നോട്ട് പോണ്ട എന്ന് പറയണം. കാരണം കുറച്ചപ്പുറത്ത് ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറവർ കുത്തിക്കീറിയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കവർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ മാംസം അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്രയും വികൃതമാക്കിയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അവർ പക തീർത്തത്. എന്നിട്ടും അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. വഹ്ശിക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. ഹിന്ദ് റളിയല്ലാഹു അൻഹയാണ്, അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. മുഅ്മിനെ, വലിയ അത്ഭുതമല്ലേ? ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ കാഴ്ച ചോരബന്ധമുള്ള, അങ്ങേയറ്റം ബഹുമാനമുള്ള, സ്വന്തം സഹോദരനോട് അങ്ങേയറ്റത്തെ ആദരവുള്ള സഫിയ റളിയല്ലാഹു അൻഹ എങ്ങാനും കാണാനിടയായാൽ അവർക്ക് അത് സഹിക്കാൻ കഴിയില്ല സുബൈറെ. അതുകൊണ്ട് ഉമ്മയോട് തിരിച്ചു പോവാൻ വേണ്ടി പറയണം. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഇനി മുന്നോട്ട് പോവല്ലേ, നിങ്ങളോട് നബി ഞങ്ങൾ തിരിഞ്ഞു പോകാൻ പറയുന്നുണ്ട്. മോനെ പോ സുബൈറെ, ലാ ഉമ്മലക്, നിനക്ക് ഞാൻ ഉമ്മയല്ല സുബൈറെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ പോരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങളോട് തിരിഞ്ഞു പോകണമെന്ന്. റസൂല് പറഞ്ഞോ? എന്നാ ഞാൻ പോരുകയാണ്. പോരുമ്പോ ചോദിച്ചു, മോനെ എന്തേ എന്റെ റസൂൽ എന്നെ തിരിച്ചയക്കാൻ കാരണം? പറഞ്ഞു, ഉമ്മ ഹംസ എന്നവരെ കിടക്കുന്നുണ്ട് അവിടെ, അത് ഉമ്മാക്ക് കണ്ട് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്?
എനിക്കറിയാമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹംസയെ അവർ കൊന്നിട്ടുണ്ടെന്നും വയറ് കീറിയിട്ടുണ്ടെന്നും എൻ്റെ സഹോദരന്റെ ശരീരം അവർ കഷ്ണം കഷ്ണമായി നുറുക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം നബിയേ. അത് പേടിച്ചുകൊണ്ടാണോ എന്നെ അങ്ങ് തള്ളിവിടുന്നത്, അങ്ങ് തടഞ്ഞു വെക്കുന്നത്? ഇന്നഹു ഫീ ദാത്തില്ലാഹ്, ഇത് അല്ലാഹുവിന് വേണ്ടിയല്ലേ നബിയേ? എൻ്റെ സഹോദരൻ മരിച്ചത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? ഞാനത് സഹിക്കാൻ റെഡിയാണ് നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് ദഅഹ, ഉമ്മയെ വിട്ടോളൂ സുബൈറെ, ഉമ്മ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞത്. അത്രയും ധീരമായി ആണുങ്ങൾ യുദ്ധക്കളം ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന നേരത്ത് ധീരമായി ഓടി വന്ന് യുദ്ധക്കളത്തിലേക്ക്, സമരഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉമ്മയാണ് നബിയുടെ അമ്മായിയായ 60 കഴിഞ്ഞിട്ടുള്ള മഹദി സഫിയ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ إذا كانت النساء كما ذكرنا لفضلت النساء على الرجال وللتأنيث لاسم الشمس عيب وللتذكير فخر للعيال. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും ഉത്തമരായവരല്ലയോ? ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ إذا كانت النساء كما ذكرنا لفضلت النساء على الرجال وللتأنيث لاسم الشمس عيب وللتذكير فخر للهلال. ഹിലാൽ എന്ന ബാലചന്ദ്രൻ അത് ആണായിട്ടാണ് അറബിയിൽ പ്രയോഗിക്കുക, മാസ്കുലിനാണ്. സൂര്യൻ എത്ര കത്തി ജ്വലിക്കുന്ന പ്രഭയുള്ളതാണ്, പക്ഷേ ഭാഷയിൽ അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക, ഫെമിനായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടൊക്കെ എന്ത് കുഴപ്പമുണ്ട് എന്ന് കവി ചോദിക്കുന്നു. പെണ്ണുങ്ങൾ നമ്മളീ പറഞ്ഞതുപോലെയാണെങ്കിൽ ആണുങ്ങളെ കവച്ചു വെക്കുമല്ലോ ഈ പെണ്ണുങ്ങൾ എന്നാണ് പറഞ്ഞത് സഫിയ്യ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ നബി തങ്ങളും സ്വഹാബികളും ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ടക്കുള്ളിലാണ് നബി തങ്ങൾ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും താമസിപ്പിച്ചത്. ഖന്തഖ് യുദ്ധം നടക്കുന്നു, മദീനയുടെ ഒരു മുഖത്ത് കിടങ്ങ് കുഴിച്ചിരിക്കുന്നു. മദീനയിലെ പെൺമക്കളും പെണ്ണുങ്ങളും കുട്ടികളുമെല്ലാം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ കവിയുടെ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയുടെ അവരുടെ ഒരു കോട്ടയുണ്ട്, അതിന്റെ അകത്താണ്. അതിനകത്തേക്കൊരു ജൂതൻ കടന്നു വന്നു. അവിടെ നബിതങ്ങൾ ഹൽ തറക മുഹമ്മദുൻ അന്നിസാ ബിദൂനി ഹുമാത്, നബിതങ്ങൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ സംരക്ഷിക്കാനില്ലാതെ ഒറ്റക്ക് നിർത്തിയതാണോ? ആണുങ്ങളില്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം അഴിച്ചുവിട്ട് ആ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ഒരു ജൂതൻ തക്കം പാർത്തകത്തേക്ക് കയറി. അത് കണ്ടു സഫിയ്യ റളിയല്ലാഹു അൻഹ. നീളമുള്ള ഒരു വടിയാണെടുത്തത്. ആ വടി കൊണ്ട് കഴുത്തിനും തലക്കും കുത്തിയാണ് ആ ജൂതനെ കൊലപ്പെടുത്തിയത് സഫിയ്യ റളിയല്ലാഹു അൻഹ. അത് മാത്രമല്ല, അവൻ മരിച്ചെന്ന് ഉറപ്പായപ്പോ ആ ജൂതന്റെ തല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നേരമാണത്. മുസ്ലിങ്ങളെ അകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട, മുസ്ലിമീങ്ങളുമായി കരാറ് ബന്ധമുള്ള ജൂതന്മാരാണ് വഞ്ചിക്കാൻ വേണ്ടി അകത്ത് കയറിയത്. ആ ജൂതന്റെ തലയെടുത്തിട്ട് കോട്ടക്കൊത്തളത്തിന്റെ മീതെ നിന്ന് താഴേക്ക് എറിഞ്ഞ് ഉരുട്ടി കൊടുത്തു സഫിയ്യ റളിയല്ലാഹു അൻഹ. ഇത് കണ്ടപ്പോഴാണ് ജൂതന്മാർ പറഞ്ഞത്, ലഖദ് അലിംനാ അന്ന മുഹമ്മദൻ ലൻ യത്റുക അന്നിസാഅ ബിദൂനി ഹുമാത്, ആണുങ്ങളെ നിർത്താതെ മുഹമ്മദ് നബി പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തില്ല എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നുവെന്ന് അവർ പറഞ്ഞത്. സത്യത്തിൽ അവിടെ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല. സഫിയ്യ റളിയല്ലാഹു അൻഹയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായൊരു മുശ്രിക്കിനെ അങ്ങനെ വധിച്ചു കളഞ്ഞത്. ആദ്യത്തെ സംഭവമാണത്. സഫിയ്യ റളിയല്ലാഹു അൻഹ അത്രയും തന്റെ ഇടമുള്ള നബിയുടെ അമ്മായി ആയിരുന്നു സഫിയ്യ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹ. മഹദിമാർ, ആത്മധൈര്യം പകരേണ്ടവർ, മക്കൾക്ക് മാതൃകയാവേണ്ടവർ, ധൈര്യം സംഭരിക്കേണ്ടവർ, അള്ളാഹുവിന് വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കേണ്ടവർ. അസ്മാ റളിയല്ലാഹു അൻഹയാണ് രണ്ടാമത്തേത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളാണ് അസ്മാ ബിൻതു ഉമൈസ്, അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിയും ആയിഷ ബീവിയും സഹോദരിമാരാണ്. പക്ഷെ ആയിഷ ബീവിയുടെ ഉമ്മ വേറെയാണ്, അസ്മാ ബീവിയുടെ ഉമ്മ വേറെയാണ്. രണ്ട് ഉമ്മമാർക്കാണ്. അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോളാണ്. എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? മഹദി റളിയല്ലാഹു അൻഹു അല്ലയോ അള്ളാഹുവിന്റെ ഹബീബ് ഹിജ്റ പോകുമ്പോ മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഗാർ തൗറിൽ താമസിച്ചപ്പോ 3 ദിവസം അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുകൊടുത്തത് മഹദി റളിയല്ലാഹു അൻഹയല്ലേ. തൗർ ഗുഹ കിടക്കുന്നത് നമുക്കറിയാം, മക്കയിൽ പോയവർ കണ്ടിട്ടുണ്ടായിരിക്കും, ഉംറക്ക് പോയവർ. എത്രയാണ് ആ മലയുടെ ഹൈറ്റ്?
ആ മലയുടെ ഹൈറ്റിലേക്ക് ഒരു ദിവസം മിനിമം 2 തവണ 3 ദിവസം അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുകൊടുത്ത ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ് അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ദാത്തുൻ നിതാഖീൻ, 2 ബെൽറ്റിന്റെ ഉടമയാണെന്നാ പറയാ. നബി തങ്ങളുടെ ഭക്ഷണം കൊണ്ടുപോകുമ്പോ ഭക്ഷണം മലമുകളിൽ കൊണ്ടുപോകണം. സാമാർക്ക് ചെലവിനെടുക്കാൻ വല്ല വീട്ടുകാർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ 25 റുപ്യ ആണെങ്കിൽ കൊടുക്കാം, നമ്മൾ ഭക്ഷണം കൊടുക്കൂല, ഇങ്ങനെ പറയുന്ന വീട്ടുകാരുണ്ട് അല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണമാണ് എത്തിച്ചു കൊടുക്കുന്നത് മലയുടെ മുകളിലേക്ക്, മലമുകളിലേക്ക്. മുതഅല്ലിമീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ടാവില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതെല്ലാം തട്ടിക്കളയുന്ന ആളുകളൊന്നും ഓർക്കണേ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അസ്മാ റളിയല്ലാഹു അൻഹ 3 നേരമാണ് മല കയറിയത്. എങ്ങനത്തെ മലയാണത്? നമ്മുടെ ഊരകം മല പോലെയാണോ അത്? നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന കുന്നുകളെ പോലെയാണോ അത്? ഏറ്റവും കടുത്ത ചൂടിൽ പാറ പഴുത്തിരിക്കുന്ന നേരത്ത് ഒരു മരത്തിന്റെ തണല് പോലുമില്ലാത്ത അത്യധികം ഉയരമുള്ള മലകളിലേക്ക് ഒരു പാവം പെണ്ണാണ് ഒറ്റക്ക് കടന്നു പോകുന്നത്. ആ പോകുന്ന പോക്ക് ആരെങ്കിലും ഒരു ശത്രു കണ്ടാൽ അസ്മാ ബീവിക്ക് പിന്നെ ജീവനില്ല. നബി തങ്ങളുടെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ച സമയത്താണ് അസ്മാ റളിയല്ലാഹു അൻഹ ഈ റിസ്ക് ചെയ്യുന്നത്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറയുമ്പോഴേക്കും ഞങ്ങളെ കൊണ്ട് ആവില്ല എന്ന് പറയല്ലേ. അസ്മാ റളിയല്ലാഹു അൻഹ അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കെട്ടിവെക്കാൻ കയറ് കിട്ടുന്നില്ല. അപ്പോഴാണ് അരപ്പട്ടയായി ധരിച്ച ഒരു തോലിന്റെ ബെൽറ്റുണ്ട്. ആ ബെൽറ്റ് 2 ചീന്തായി ചീന്തിയെടുക്കുകയും ഒരു കഷ്ണം കൊണ്ട് ഭക്ഷണം കെട്ടുകയും ഒരു കഷ്ണം കൊണ്ട് ബെൽറ്റായി ഉപയോഗിക്കുകയും ചെയ്ത് ആ ഭക്ഷണം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഗുഹയിലേക്ക് നടന്നു പോയതിനെ സംബന്ധിച്ച ദാത്തുൻ നിതാഖീൻ 2 ബെൽറ്റിന്റെ ഉടമയാണ്, 2 ബെൽറ്റുകളുടെ ഉടമയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. കരാട്ടന്റെ ബെൽറ്റ് അല്ല, അരപ്പട്ട ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള ബെൽറ്റ് ഭക്ഷണം കെട്ടിവെക്കാൻ കയറ് കിട്ടാതെ വന്നപ്പോൾ മുറിച്ചെടുത്തതാണ്, 2 കഷ്ണമായി. ദാത്തുൻ നിതാഖീൻ. അസ്മാ ബീവിയുടെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. അസ്മാ ബീവിയുടെ പ്രിയപ്പെട്ട മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ എന്നവർ കല്യാണം കഴിച്ചു. സുബൈർ എന്നവർക്ക് ജനിച്ച മോന് അസ്മാ ബീവിയിൽ ജനിച്ച മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അന്ന് അസ്മാ ബീവിക്ക് 95 വയസ്സായിരിക്കുന്നു. 95 വയസ്സ് കഴിഞ്ഞു. അസ്മാ ബീവിയുടെ കണ്ണുകൾ കാണാതെയായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വലിയൊരു ട്രാജഡി നടന്നു, ഒരു വലിയ ദുരന്തം. മക്കയിലൊരു യുദ്ധം നടന്നു. മറ്റൊന്നുമല്ല, മുസ്ലിമീങ്ങളുടെ ഒരു ഭരണാധികാരിയും അക്രമിയുമായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി, അദ്ദേഹം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ മക്കയിൽ തടങ്കലിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ഉമ്മയോട് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ഈ സ്വഹാബി ഉമ്മയോട് വന്ന് പറഞ്ഞു, ഉമ്മാ, അസ്മാ ബീവിയോട് പറഞ്ഞു, ഉമ്മാ, ജനങ്ങൾ എന്താണ് ഉമ്മാ എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? ജനങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നു ഉമ്മ. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കയിലാണ് നടക്കുന്നത്. ഒക്കെ കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ട് നമുക്ക് ഈ ചരിത്രം പറയുമ്പോൾ. ഇസ്ലാമിക ചരിത്രത്തിന്റെ അത്ഭുതം അങ്ങനെയാണ്. ചില വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ റബ്ബേ ഇതിന് ശേഷം ഇനി ഒരു മോചനമില്ല എന്ന് തോന്നും. പക്ഷേ കലങ്ങി തെളിയും. വീണ്ടും ഒരു അപകടം വരുന്നു, കലങ്ങി തെളിയും. വീണ്ടും ഒരു അപകടം, കലങ്ങി തെളിയും. അങ്ങനെയാണ് ചരിത്രത്തെ അള്ളാഹു കൊണ്ടുപോകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, ഉമ്മാ, അവരെന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, നിന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ മോനെ നീ എന്തിനാണ് പേടിക്കേണ്ടത്? ഇതൊരു നീണ്ട ചരിത്രമാണ്. ചുരുക്കി പറയാൻ അസ്മാ ബീവി ആരായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉപദേശം മതിയെന്നാണ്. മോനോട് പറഞ്ഞ ഉപദേശം ഇതാണ്, മോനെ, നിന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ ധീരമായി പോരാട് മോനെ, നീ രക്തസാക്ഷിയായി മരിക്ക്. ഉമ്മ നിന്നെ യാത്ര അയക്കുകയാണ്. ഇനി ഞാനും നീയും കണ്ടുമുട്ടില്ലെങ്കിൽ ഇതെന്റെ യാത്രയപ്പാണ് മോനെ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്ത് നിന്നാണ് അസ്മാ ബീവിയെ കെട്ടിപ്പിടിക്കുന്നത് മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉമ്മാ, എന്നെ കൊന്നുകളഞ്ഞതിന്റെ ശേഷം എന്നെ അവരെ വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാ, ഞാനത് ഓർക്കുമ്പോൾ വിഷമിച്ചു പോകുന്നു. ഉമ്മ പറഞ്ഞു, അസ്മാ ബീവി പറഞ്ഞു, മോനെ, ആട് അറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആടിന്റെ തോല് കിഴിക്കുന്നതും ആടിനെ കഷ്ണം വെക്കുന്നതും ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ?
അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അബ്ദുല്ലാ നീ എന്തിന് പേടിക്കണം? മോനെന്നരികത്തേക്ക് വാ. കണ്ണ് കാണാത്ത 95 കഴിഞ്ഞ അസ്മാ ബീവി മോനെ ഒന്ന് അവസാനം കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ്. മോനെ നീ ഒന്നരികത്ത് വാ, ലി അശുമ്മക്, നിന്നെ എനിക്കൊന്ന് മണക്കണം, ഒന്ന് ചുംബിക്കണം, നിന്റെ വാസന എനിക്കൊന്ന് കിട്ടണം. കെട്ടിപ്പിടിച്ചു സ്വന്തം മോനെ. യുദ്ധത്തിലേക്ക് പോവുകയാണ്. പരിശുദ്ധ മക്കയിലാണത് നടക്കുന്നത്. കെട്ടിപ്പിടിച്ചപ്പോ മോന്റെ നെഞ്ചിലുണ്ട് പടയങ്കിയുണ്ട്, ഇരുമ്പിന്റെ വസ്ത്രമുണ്ട്, അന്നത്തെ വാളുകൊണ്ട് വെട്ടുകൊള്ളാതിരിക്കാൻ ധരിക്കുന്ന ആർമർ, ഇരുമ്പിന്റെ വസ്ത്രമുണ്ട്. മഹാദായ ബിനി, മോനെ ഇതെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ഷഹീദാകാൻ പോകുന്നവർ പടയങ്കി ധരിച്ചുകൊണ്ട് പോകുന്നവരല്ല മോനെ. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ മോനെ? അസ്മാ ബീവി ചോദിക്കാൻ. എന്താ മോനെ നിന്റെ നെഞ്ചത്ത് നീ ധരിച്ചത്? ഉമ്മ അതെന്റെ പടയങ്കിയാണ്. അഴിച്ചു വെക്ക് മോനെ നിന്റെ പടയങ്കി. എന്തിനാ നീ പടയങ്കി ധരിക്കുന്നത്? ധീരമായി പോരാട് മോനെ. പടയങ്കിക്ക് പകരം 4-5 പൈജാമ, 4-5 പാൻസ് പോലെയുള്ള വസ്ത്രം നീ ധരിക്ക്. എങ്ങാനും നീ വധിക്കപ്പെടുകയും ഷഹീദാവുകയും നിന്റെ ഔറത്ത് കാണാൻ അവസരമില്ലാതിരിക്കുകയും ചെയ്യണമെങ്കിൽ നിന്റെ കാൽഭാഗം ശരിക്കും മറക്ക്. അങ്ങനെ നീ കട്ടിയിൽ വസ്ത്രം ധരിക്ക്. നിനക്ക് പടയങ്കി വേണ്ട, ഇരുമ്പിന്റെ വസ്ത്രം വേണ്ട. അടിച്ചു വെച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ആ മോനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ പൊയ്ക്കോ, ഞാൻ ഉമ്മ എന്ന നിലക്ക് നിന്നോട് എനിക്ക് പൊരുത്തമേ ഉള്ളൂ. അല്ലാഹുവേ, ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതും കരഞ്ഞതും നിന്റെ ഖുർആൻ ഓതിയതും ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിനക്ക് വേണ്ടി ചൂടുള്ള മക്കയിൽ നിനക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുത്തത് ഞാൻ ഓർക്കുന്നു റബ്ബേ. എന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പാതിരാവിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങൾ അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ മോനെ നിനക്ക് തന്നു റബ്ബേ. എന്റെ മോനെ എനിക്ക് സ്വർഗത്തിൽ വേണം. അവന് നീ രക്തസാക്ഷിത്വം കൊടുക്കണമേ. ഹറമിലാണ് ദുആ ചെയ്തത്. മഹദി അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് എന്നവരുടെ മോള് 95 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം കണ്ണുപോലും വ്യക്തമായി കാണാത്ത പ്രായം. അസ്മാ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ് പോകുന്ന വഴിക്കൊക്കെ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഉമ്മ ലാ തഫ്തുരി അനി ദുആ, ഉമ്മ ദുആ ഇറക്കാതിരിക്കല്ലേ, ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്, ഉമ്മ പ്രാർത്ഥിക്കണേ. ചെറുപ്പക്കാര് മനസ്സിലാക്കുക, ചെറുപ്പക്കാരികൾ കുട്ടികൾ മനസ്സിലാക്കുക, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ദുആ ദഅവത്തുൻ ലാ തുറദ്, അല്ലാഹു തട്ടിമാറ്റാത്ത ദുആയാണ്. അവരിൽ നിന്ന് നല്ല പ്രാർത്ഥനയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അവരോട് നല്ല നിലക്കാണ് നമ്മൾ പെരുമാറേണ്ടത്. ആ പ്രാർത്ഥന കിട്ടലാണ് ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തവും അവരുടെ സ്നേഹവും ലഭിക്കുന്ന മക്കളാക്കി അല്ലാഹു അവരെ മാറ്റിത്തരട്ടെ. വളർന്ന് വലുതായി സ്വന്തമായി നടക്കാനും ഓടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രായമാകുമ്പോഴേക്കും തോന്നിയതുപോലെ കണ്ടവരുടെ കൂടെ ഓടിച്ചിട്ടും ഇറങ്ങി ഓടിച്ചിട്ടും അല്ലാതെയുമൊക്കെ വഴിവിട്ട് ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത്? അസ്മാ ബീവി സ്വന്തം മോനെ പറ്റി അല്ലാഹുവിനോട് പറഞ്ഞ വാക്കെന്താണ്? റബ്ബേ, എന്റെ മോൻ പാതിരാവിൽ നിസ്കരിച്ചു റബ്ബേ, നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു തമ്പുരാനെ. നമ്മുടെ ഉമ്മമാർക്കത് പറയാൻ കഴിയോ? റബ്ബേ, എന്റെ മോൻ പാതിരാവുകളിൽ ഓപാലത്തിൽ കൂട്ടുകാരോടൊപ്പം ക്ലബിൽ പോയിരുന്നിട്ട് കള്ളുകുടിച്ച് നടന്ന രാവുകളെന്ന് നമ്മുടെ ഉമ്മമാർക്ക് പറയേണ്ടി വരില്ലേ? സ്വന്തം ഉമ്മമാർക്ക് മക്കളുടെ നന്മകൾ പറയാനൊക്കുമോ? അല്ലാഹുവേ, എന്റെ മോൻ പകലിൽ ചൂടുള്ള പകലുകളിൽ നിനക്ക് വേണ്ടി ചെയ്ത സുന്നത്ത് നോമ്പുകളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു തമ്പുരാനെ. റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കളെ പറ്റി ഉമ്മമാർക്കത് പറയാൻ കഴിയോ? നമ്മുടെ മക്കളെ പറ്റി അവരുടെ നന്മകൾ ഉമ്മമാർക്ക് എത്ര പറയാനുണ്ട്? ചെറുപ്പക്കാരാകുമ്പോ യുവാക്കളാകുമ്പോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ പ്രിയപ്പെട്ട മോനെ അല്ലാഹുവിന് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം ബഹുമാനപ്പെട്ടവരെ വധിച്ചു കളഞ്ഞതിന്റെ ശേഷം 2 ആഴ്ചയോളം കുരിശിൽ തറക്കുകയാണുണ്ടായത്. മക്കയുടെ വഴിയിൽ ഒരു മരം കുരിശാക്കി വെച്ച് അതിൽ കൈകളും കാലും കെട്ടിവെച്ച് പക്ഷികൾ തിന്നുന്ന രീതിയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ തറച്ച പോലെയാണ് അവർ കെട്ടിവെച്ചത്. ശത്രുത കൊണ്ട്, അധികാരത്തിന്റെ പേരിൽ. അന്നത്തെ പൊളിറ്റിക്സിന്റെ വിഷയമായിരുന്നു അത്. അതിന്റെ പേരിൽ അക്കോലത്തിൽ ആ വിഷയത്തിൽ അത്രയും ദാരുണമായി മഹാനായ സുഹാബിയെ ഒന്ന് മറവ് ചെയ്യാൻ പോലും കഴിയാതെ, കഫംപുടയിൽ പൊതിഞ്ഞ് ഒന്ന് മറവ് ചെയ്യാൻ പോലും പറ്റാതെ, മഹാനവരുടെ ഡെഡ് ബോഡി പോലും താഴെ ഇറക്കാൻ പറ്റാതെ നിർത്തിയപ്പോഴാ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മോനെ നിന്റെ മുമ്പിൽ ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മഹാനായ യഹ്യ ഇബ്നു സക്കരിയ്യ നബി അലൈഹിസ്സലാം.
സക്കരിയ നബിയുടെ പ്രിയപ്പെട്ട മകൻ യഹ്യാ നബി, ഇംഗ്ലീഷുകാരൻ ജോൺ എന്ന് വിളിക്കുന്ന യഹ്യാ നബി അലൈഹിസ്സലാം, മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ കുരിശിൽ കിടക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മോൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, യാ അസ്മാ ഇത്തഖില്ലാഹ വസ്ബിരി, ക്ഷമിച്ചോളൂ അസ്മാ ബീവി, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ അസ്മാ ബീവി, വിഷമിക്കല്ലേ. അസ്ബിറു, ഞാൻ എന്തിന് ക്ഷമിക്കാതിരിക്കണം അബ്ദുല്ലാഹിബ്നു ഉമറേ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ സക്കരിയ നബിയുടെ മകൻ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധമായ തല അറുത്തു കൊണ്ടുപോയത്. അന്നത്തെ രാജാവ് യഹ്യാ നബിയുടെ തല അറുത്തു കൊണ്ടുപോയത് ആ രാജാവിന് പ്രേമമുണ്ടായിരുന്ന ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രവാചകന്റെ തല അറുത്തു കൊണ്ടുപോയിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട മോനെ ഞാൻ അല്ലാഹുക്ക് സമർപ്പിച്ചിരിക്കുന്നു അബ്ദുല്ലാഹിബ്നു ഉമറേ, ഉമ്മാക്ക് വിഷമമില്ല. മഹദി അസ്മാ റളിയല്ലാഹു അൻഹ ധീരമായ മക്കളെ വാർത്തുവിട്ട ഉമ്മയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കൾക്ക് ഇത്രയും നല്ല മാതൃകകൾ ഉമ്മമാർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച പെണ്ണാണവരെ. ഹബീബിന്റെ കൂടെ ജീവിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ വിഷമതകളിലും കൂടെ നിന്നവർ. സൂഖുദിൽ മജാസിൽ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹി തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ ജനങ്ങളെ, നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾ വിജയിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കൂ എന്ന് ആ അങ്ങാടിയിൽ പറഞ്ഞു നടന്നപ്പോ ഓരോരുത്തരും വന്ന് അടിക്കുകയും ഹബീബിനെ പ്രഹരിക്കുകയും ചെയ്തപ്പോ നബിയുടെ തലയിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാൻ കാരണം അതാണ്. അവരുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയവരാണ്. എന്നാൽ ഹബീബിന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തായിരുന്നു സ്ഥിതി? എത്ര ഭംഗിയുള്ള മോളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി പറയുന്നുണ്ട്, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ നടന്നു വരുമ്പോൾ റളിയല്ലാഹു അൻഹ ഹബീബ് നടന്നു വരുന്ന പോലെ ഫാത്തിമ ബീവിയുടെ ചിരി അല്ലാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരി പോലെ മനോഹരമായിരുന്നു. ഫാത്തിമ ബീവിയുടെ തൊലി നിറം അല്ലാഹുവിന്റെ റസൂലിന്റേതുപോലെയായിരുന്നു. അതിസുന്ദരിയായിരുന്ന, എന്നാൽ ഈമാനികമായ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് ഉയർന്നു വന്ന മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്തിരുന്ന മഹദിയാണ്. മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്ത് പൊടി പുരണ്ടിട്ടുണ്ട്. അടുപ്പിൽ ഊതിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖം കറുത്തുപോയിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും. അലി തങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം ചുമന്നിട്ട് ഫാത്തിമ ബീവിയുടെ തോളിൽ കല വീണിട്ടുണ്ട്. മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് തഴമ്പുണ്ടായിട്ടുണ്ട്. ആർക്കാണിത്? മുത്തനബിയുടെ മോൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ, സഹോദരി, കല്യാണം കഴിഞ്ഞു പോകുമ്പോഴേക്കും സീരിയലിലും സിനിമയിലും കാണുന്ന പോലെ ഞാൻ കയ്യും കാലും കെട്ടിയിരിക്കാൻ വന്നവളാണ്, ഞാനിവിടെ പണിയെടുക്കാൻ വന്ന നിങ്ങളുടെ വേലക്കാരിയല്ല എന്നൊന്നും പറയല്ലേ മോളെ. നിന്റെ മുമ്പ് ഇതൊക്കെ പറയാൻ അധികാരമുണ്ടായിരുന്നൊരു പൊന്നുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അധ്വാനിച്ചവരാണ്. അവർക്ക് പറഞ്ഞുകൂടെ, ഞാൻ മുത്തുനബിയുടെ മോളല്ലേ, എന്നെ പറ്റിയല്ലേ നബി തങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞത്? എന്താ ആ പ്രിയപ്പെട്ട മോള് അടുപ്പിലൂതിയിട്ട് മുഖത്ത് വെണ്ണീർ വന്ന് പുക വന്ന് മുഖത്തിന്റെ ശോഭ പോലും മങ്ങിപ്പോയിരുന്നു. ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വെള്ളം കൊണ്ടുവന്ന് ചുമന്നിട്ട് ചുമലിൽ തഴമ്പ് വീണിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് രണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്, അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ കൈകളിൽ ആസുകല്ല്, ഗ്രൈൻഡറിന്റെ കല്ല് ഉരസിയിട്ട് കൈകളിൽ മുഴുവനും മുറിവായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആ കഷ്ടപ്പാടിനിടയിലാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായ രണ്ട് ബാലന്മാര്, മഹാന്മാരായ രണ്ട് സുഹാബിമാരെ, ഹബീബിന്റെ പേരക്കിടാങ്ങളെ ഉമ്മത്തിന് സമ്മാനിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. കഷ്ടപ്പാടിനിടയിലാണ്, വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാവ് നിന്റെ മോളാം ഫാത്തിമ, നിന്റെ രണ്ട് മക്കളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തർബിയത്ത് ചെയ്ത ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക അവരല്ലേ?
അവരല്ലയോ മാതൃക. വഫാത്താകാൻ കിടക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വയസ്സ് 20 21 ആയപ്പോഴാണ്. 20 21 വയസ്സ്. അത്രയും ചെറുപ്പത്തിൽ വഫാത്തായ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലായിരുന്നു. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് വഫാത്താകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പ മരിച്ചുപോയതിന്റെ ശേഷം ചിരിച്ചിരുന്നില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. മരിക്കാനായപ്പോ വല്ലാത്ത വിഷമം വന്നു. ഉപ്പയെ കാണണമെന്ന് കൊതി തോന്നി തുടങ്ങി. 6 മാസമാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത്. മരിക്കുമ്പോൾ 21 വയസ്സ്. അതൊക്കെ ഒരു മരിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? കല്യാണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ പോകുമ്പോൾ തൊട്ടരികത്ത് നിൽക്കുകയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്ത് നിൽക്കുന്ന അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസ്മാ ബീവി, അസ്മാ ബിൻതു ഉമൈസ് എന്നവരെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ജഅഫർ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിയോട് ചോദിക്കുന്നു, ഇത് സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവിയല്ല, ഉമൈസ് എന്നവരുടെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻതു ഉമൈസ്. എന്താ ചോദ്യം എന്നറിയോ? ഫാഷനുകൾ മതിയാവാതെ ടെക്സ്റ്റൈൽസുകളിൽ കയറിയിട്ട് ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ല മോഡല് 2, 3, 4 മണിക്കൂറുകൾ ഒരു ടെക്സ്റ്റൈൽസ് തന്നെ കയറിയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും എടുത്തും മടക്കിയും വെച്ച് മതിവരാതെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വീണ്ടും കയറി, മതിവരാതെ വീണ്ടും കയറി ഇറങ്ങി, ഇവിടുന്ന് പിന്നെ അങ്ങ് കോഴിക്കോട്ടേക്ക് വണ്ടി വിളിച്ചു പോയി, അവിടെ നിന്നും ഫാഷൻ മതിയാവാതെ അങ്ങ് തലശ്ശേരിയിൽ പോയിട്ട് ചുരിദാർ കൊണ്ടുവരുന്ന പെണ്ണേ. മോഡലുകൾ എത്രയാണ് നമുക്ക് മോഡലിനെ സംബന്ധിച്ചുള്ള ഭ്രമം. ഏത് വസ്ത്രമാണ് വേണ്ടതെന്നറിയില്ല. ഒരു ഷോപ്പുകാരന്റെ മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ അങ്ങ് താഴേക്ക് ഇട്ടുകൊടുത്താലും ഇതൊന്നും എനിക്ക് ഫാഷൻ പിടിച്ചില്ല എന്ന് പറയുന്ന പെങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ പോകുന്ന വാക്ക്, അസ്മാ ബീവി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്താണ് സങ്കടം? ഒന്നുമല്ല അസ്മാ, ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപ്പ മരിക്കുമ്പോൾ ഞാനാണ് ഉപ്പയുടെ കൂടെ ആദ്യം വരാൻ പോകുന്നത്. എനിക്ക് ഈ രോഗത്തിൽ അല്ലാഹു മരണം നൽകുകയാണെങ്കിൽ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടില് ഒരു പലകയല്ലയോ, ഒരു പലകയിലല്ലയോ കൊണ്ടുപോകുന്നത്. ആ പലകയിൽ എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ സ്വഹാബികളായ ആണുങ്ങൾ എൻ്റെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും നീളവും അവർ കാണുകയില്ലയോ അസ്മാ? അത് പുരുഷന്മാർ കാണുകയില്ലയോ അസ്മാ? അത് ഓർത്തുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി വരുന്നു, മരിക്കാൻ പേടി തോന്നുന്നു. എന്താ പേടി? മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ, മയ്യത്ത് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ കഫൻ ചെയ്ത ശരീരം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകളോ മറയോ ഇല്ലാതെ കേവലം ഒരു പലകയുടെ മുകളിൽ മാത്രം കിടത്തിയാണെന്ന് ജനാസ കൊണ്ടുപോയിരുന്നത്. എനിക്ക് മടിയാവുന്നു അസ്മാ, ഞാനൊരു പെണ്ണല്ലേ, ചെറുപ്പക്കാരിയല്ലേ. എൻ്റെ ശരീരത്തിൻ്റെ നീളവും എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും അന്യപുരുഷന്മാർ നോക്കിക്കാണില്ലയോ അസ്മാ? ഇത് പറഞ്ഞ മോളാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ, 21 വയസ്സിൽ വഫാത്താകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, എന്റെ പെങ്ങളെ, സഹോദരി, ഒന്നോർക്കണേ, പറയുന്നത് കല്യാണത്തിന് പോകുന്ന വസ്ത്രത്തെക്കുറിച്ചല്ല. അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ കാണുമോ അല്ലേ? ഇതല്ല വിഷയം. മരിച്ചു പോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജനാസയെ നോക്കി പുരുഷന്മാർ ഒരു പെണ്ണിന്റെ ശരീരം കാണുന്ന അവസ്ഥ വരികയില്ലയോ? അസ്മാ ബീവി പറഞ്ഞു, ഫാത്തിമ, എനിക്കൊരഭിപ്രായമുണ്ട്. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജറ പോയവരാണ്, എനിക്ക് എത്യോപ്യയിൽ പരിചയമുണ്ട്. അവിടുത്തെ ആളുകൾ ജനാസ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകൾ കൊണ്ട് മറച്ചുവെച്ച, തലഭാഗത്തും കാൽഭാഗത്തും മറവുള്ള ഒരു പെട്ടി പോലെ, എന്നാൽ മേൽഭാഗം മറക്കാതെ ഉള്ള ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലാണ് ഈ പറയുന്നത്. അങ്ങനത്തെ കട്ടിലിലാണ് അവർ ജനാസ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? ഇഷ്ടമാകുമോ? ഒന്ന് കാണിച്ചു തരൂ അസ്മാ, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്ന പോലെ
സൈഡിലും കാൽഭാഗത്തും തലഭാഗത്തും ചെറിയ പീസുകൾ വെച്ച് വലിയ പീസുകൾ സൈഡിൽ വെച്ച് ഒരു പെട്ടി പോലെ ആക്കിയെടുത്തു. ഫാത്തിമ, ഇങ്ങനെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരഭാഗം ആരും കാണില്ല. അത് മതിയോ? തൃപ്തിയായോ? റദീതു, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഫതബസ്സമത്. ഉപ്പയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യവും അവസാനവുമായി ചിരിച്ചത്, ഞാൻ പോകുന്ന വാഹനം, എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ സൈഡിൽ മറവുകൾ ഉള്ളതാണല്ലോ എന്നറിഞ്ഞപ്പോഴാണ്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡിൽ തടയുള്ള മറവുള്ള മയ്യത്ത് കട്ടിലിൽ ആദ്യമായി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയത് ഹബീബിന്റെ പൊന്നുമോളാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് അൽ-ഉമ്മഹാതു മഹാദിനുൽ അജിയാൽ, ഈ മാതൃകകൾ നമ്മുടെ മക്കൾ കൊച്ചുപ്രായത്തിൽ പഠിച്ച് അവരെ നല്ല ഉമ്മമാരായി അച്ചടക്കമുള്ളവരായി പുരുഷന്മാരുടെ അറ്റൻഷൻ സ്വീകരിക്കാൻ തുനിഞ്ഞു നടക്കുന്നവരല്ലാതെ, പുരുഷന്മാരെ ആകർഷിക്കണമെന്ന ലക്ഷ്യമില്ലാതെ, പുരുഷന്മാരുടെ മുമ്പിൽ അവര് സൗന്ദര്യകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നവരല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന നല്ല മക്കളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത്. അവരാണ് ഈ സമൂഹത്തിന് ഉപകാരികളായ തലമുറകളെ കൈമാറി വന്നത്. അതുകൊണ്ട് ഉമ്മമാർ നന്നാവണം. ഉമ്മമാരിൽ ദീനീ ബോധമുണ്ടാവുകയും അവരല്ലാഹുവിനെ ഭയപ്പെടുന്നവരാവുകയും സ്വന്തം മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ ഒക്കെ അച്ചടക്കത്തിൽ വളർത്തുകയും ചെയ്ത് ദീനിന്റെ ചുണക്കുട്ടികളായി കൊണ്ടുവരാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ്. ഈ ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിജയത്തിന്റെ വഴിയിലെ അവസാനവും പ്രധാനവുമായൊരു തത്വമാണ്. അല്ലാഹു നമ്മുടെ പെൺമക്കൾക്ക് ഏറ്റവും നല്ല ഇൽമും തഖ്വയും ഈമാനും ഹയാവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചർച്ച അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിലേക്ക് ഇതൊക്കെ പകർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ജീവിതത്തിന്റെ വിജയത്തിന് കാരണമാകുന്ന ഒരുപടി നന്മകളുടെ ഹെഡ്ലൈൻസുകളാണ് നമ്മളോട് ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിലേക്ക് വളരെ നേരത്തെ വന്നിരുന്നത് നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടെ ചൂടെടുത്തിരുന്നത് നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, കൊച്ചുമക്കളെ കൊണ്ട് റബ്ബേ അവരെ കൈകളിൽ തോളുകളിൽ കിടന്നുറങ്ങുകയാണ്. പിഞ്ചുമക്കളെ കൊണ്ട് കൊണ്ടുവന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നടക്കാൻ പോലും കഴിയാതെ പ്രായമുള്ള ആളുകൾ വടിപിടിച്ച് നടന്നു വന്നത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ ഭൂമിയിൽ സമയം ചെലവഴിക്കാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒരു ക്ലബിലേക്കോ മറ്റേതെങ്കിലും എന്റർടൈൻമെന്റുകളിലേക്കോ പോവാതെ ഇൽമിന്റെ മജ്ലിസിന് വേണ്ടി ഇങ്ങോട്ട് നടന്നു വന്ന ചെറുപ്പക്കാരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇവിടെ വന്നുപോയ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥിനികളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അവരെയൊക്കെ നീ പൊരുത്തപ്പെടണമേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ നീ പൊരുത്തപ്പെടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പുതാ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പുതാ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതും അല്ലാഹുവേ, ഞങ്ങൾ മറന്നുപോയ തെറ്റുകൾ പോലും നീ മറക്കുകയില്ലല്ലോ റബ്ബേ. ലാ തഖുദുഹു സിനതും വലാ നൗം. ഞങ്ങൾക്ക് മാപ്പാക്കിത്ത അല്ലാഹ്. റമളാനിലൂടെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നത് അല്ലാഹുവേ, ഇത് നിലനിർത്തി തരണേ തമ്പുരാനെ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നിലനിർത്തിത്താ തമ്പുരാനെ. അഅ്തുകും മിനന്നാർ ഞങ്ങൾക്ക് നിലനിർത്തിത്താ തമ്പുരാനെ. അടുത്ത ഒരു റമളാൻ വരേക്കും നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, കൈകാലുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കാൻ തൗഫീഖ് താ തമ്പുരാനെ. ഞങ്ങളുടെ കാതുകൾ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഞങ്ങളുടെ നാവുകളിലൂടെ കലിമത്തു ത്വയ്യിബ, നന്മയുടെ വചനങ്ങൾ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഉമ്മത്തിൽ നീ എപ്പോഴും ഇൽഫത്തും ഐക്യവും അഖണ്ഡതയും നിലനിർത്തി തരണേ തമ്പുരാനെ. അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, നിന്നെ മാത്രം തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നന്മക്കുള്ള ഒരു വഴിയും നഷ്ടപ്പെടുത്താതെ എല്ലാ നന്മയിലേക്കും മുന്നിട്ടിറങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് താ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹദിമാരെ മാതൃകാ മഹദിമാരാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾ ഈ ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അവസരം നൽകണേ അല്ലാഹ്. രോഗികളാണ് റബ്ബേ ഞങ്ങളിൽ പലരും, നീ തന്നെ ശിഫ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ,